وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുബാറക്കായ അൽ അഖീദത്തു തഹാവിയയിൽ തുടർന്നുകൊണ്ട് പറയുന്ന ഭാഗം നമ്മൾ വായിക്കുന്നു. വനുഅ്മിനു ബിൽ മലായികതി വന്നബിയ്യീൻ വൽ കുതുബിൽ മുനസ്സലതി അലൽ മുർസലീൻ വനഷ്ഹദു അന്നഹും കാനൂ അലൽ ഹഖിൽ മുബീൻ. അഹ്ലുസുന്നത്തി വൽ ജമാഅ അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ മലക്കുകളുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതിനെക്കുറിച്ച് കഴിഞ്ഞ സദസ്സിൽ വെച്ച് അള്ളാഹുവിന്റെ ഫضل കൊണ്ട് നമ്മൾ ചുരുങ്ങിയ നിലക്ക് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ പ്രവാചകന്മാരിൽ അംബിയാ മുർസലീങ്ങളിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ വിശ്വസിക്കുന്നു. അവരെക്കുറിച്ചും തന്നെ കഴിഞ്ഞ ദർസിൽ നമ്മൾ ചുരുങ്ങിയ നിലക്ക് പറഞ്ഞിരുന്നു. വൽ കുതുബി അൽ മുനസ്സലതി അലൽ മുർസലീൻ, ഈ പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പല ഗ്രന്ഥങ്ങളും ഇറക്കി കൊടുത്തിട്ടുണ്ട്. സൃഷ്ടികൾ എങ്ങനെ ഈ ലോകത്ത് ജീവിക്കണം, അള്ളാഹുവിന്റെ നിയമങ്ങൾ എന്താണ്, വിധിവിലക്കുകൾ എന്താണ്, അവർ എങ്ങനെ ഈ ലോകത്ത് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം എന്നുള്ളത് വ്യക്തമായി വിവരിച്ചുകൊണ്ട് കൃത്യമായി അവർക്ക് വരച്ചു കാണിച്ചുകൊണ്ട് മഹാന്മാരായ പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗ്രന്ഥങ്ങൾ ഇറക്കി കൊടുത്തിട്ടുണ്ട്. അതിലും അഹ്ലുസുന്നത്തി വൽ ജമാഅ വിശ്വസിക്കുന്നു. നമ്മൾ അതിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. വനഷ്ഹദു അന്നഹും കാനൂ അലൽ ഹഖിൽ മുബീൻ, ഈ പ്രവാചകന്മാർ വളരെ വ്യക്തമായ യാതൊരു അവ്യക്തതയുമില്ലാത്ത, ആർക്കും ആശയക്കുഴപ്പം ഉണ്ടാകാത്ത നിലക്കുള്ള വ്യക്തമായ സത്യത്തിലായിരുന്നു ഈ പ്രവാചകന്മാർ. അതിൽ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു. നമുക്കത് വ്യക്തമായ ബോധ്യമുണ്ട്. അതിന്റെ മേൽ നമ്മൾ സാക്ഷികളാണ്. ഈ പ്രവാചകന്മാർ വഴികേടിലായിരുന്നില്ല. സമൂഹങ്ങളെ അവർ നേരായ വഴിക്ക് നടത്തുന്നവരായിരുന്നു. അവരുടെ വാക്കുകൾ കൊണ്ട് പ്രവൃത്തികൾ കൊണ്ട് കൃത്യമായി ജീവിച്ചു കാണിച്ചു കൊടുത്തു ജനങ്ങൾക്ക്. ശരിയായ മാർഗം ഇതാണ്, വിജയത്തിന്റെ വഴി ഇതാണ്, ഈ ലോകത്തും പരലോകത്തും മനുഷ്യർക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഞങ്ങളെ പിന്തുടരലാണ്, മാതൃകയാക്കലാണ്, അതിന് പറ്റുന്നവരാണ് ഈ പ്രവാചകന്മാർ എന്നുള്ള നിലക്ക് അവർ വളരെ വ്യക്തമായ യാതൊരു അവ്യക്തതയും ആശയക്കുഴപ്പമില്ലാത്ത സത്യത്തിലായിരുന്നു ഈ പ്രവാചകന്മാർ. നമ്മൾ അതിന്റെ മേലെ സാക്ഷികളാണ്. അവർ സത്യം മാത്രമേ പറയുകയുള്ളൂ. മനുഷ്യർക്ക് ആക്ഷേപാർഹമായ ഒരു കാര്യങ്ങളും അവർക്ക് ഈ പ്രവാചകത്വത്തിന്റെ മുമ്പും അത് ലഭിച്ചതിന്റെ ശേഷവും അവരിൽ നിന്നുണ്ടാവലില്ലായിരുന്നു. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ റസൂലിന് നുബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പും കിട്ടിയതിന്റെ ശേഷവും ആരും തന്നെ ആ പ്രവാചകനെ കുറിച്ച് കള്ളനാണ്, കളവ് പറയുന്ന ആളാണ്, വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണ്, വഞ്ചകനാണ് എന്നുള്ള ആരോപണം ആരോപിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പ് അങ്ങനത്തെ ഒരു ആക്ഷേപമല്ല, കിട്ടിയതിന്റെ ശേഷവുമില്ല. അത്ര വലിയ ശത്രുതയുള്ള സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാം. ഇമാം ബുഖാരി മുസ്ലിം റഹിമഹുമുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസിൽ ഹുദൈബിയ സന്ധിയുടെ ശേഷം 10 വർഷത്തോളം, ഏകദേശം 10 വർഷത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളും ഒരു സമാധാന കരാറിൽ ഏർപ്പെട്ടിരുന്നു. അവർ പരസ്പരം തമ്മിൽ യുദ്ധമല്ല, ആക്രമണമില്ല, ആർക്കും എങ്ങോട്ടും പോകാം, സന്ദർശിക്കാം എന്നുള്ള ഈ ഒരു കരാറിൽ ഏർപ്പെട്ടിരുന്നു. അങ്ങനെ ആ കാലഘട്ടത്തിൽ അബൂ സുഫിയാനും അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന ആളുകളും റോമൻ ചക്രവർത്തി ഷാമിലുള്ള സമയത്ത്
ആ ഭാഗത്തേക്ക് കച്ചവടത്തിന് പോയ സമയത്ത് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം ഷാമിലേക്ക് പോയി. റോമൻ ചക്രവർത്തി ഹിറക്കിൽ അന്ന് അവിടെ ഷാമിലുണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിലേക്ക്, ലോകത്തുള്ള രാജാക്കന്മാരെ ദീനുൽ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പല ഭാഗങ്ങളിലേക്കും എഴുത്തു കൊടുത്തയച്ചിരുന്നു. റോമക്കാരൻ അവരുടെ രാജാവായ ഹിറക്കലിന്റെ അടുത്തേക്ക് ദിഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ എഴുത്തു കൊടുത്തയച്ചു റസൂൽ. ആ എഴുത്ത് റോമിൽ കിട്ടിയ സമയത്ത് ആ ചക്രവർത്തി പറഞ്ഞു, ഈ മുഹമ്മദ് എന്ന പ്രവാചകന്റെ നാട്ടുകാരെങ്കിലും ഇവിടെ നമ്മുടെ നാട്ടിലുണ്ടോ? നമുക്ക് ഈ പ്രവാചകനെ കുറിച്ചൊന്ന് അന്വേഷിക്കാലോ? അങ്ങനെ അദ്ദേഹത്തിന് വിവരം കിട്ടി. അബൂ സുഫിയാൻ എന്ന് പറയുന്ന മക്കക്കാരുടെ പ്രമുഖനായ ഖുറൈശി തലവനായ അബൂ സുഫിയാനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള കച്ചവട സംഘം ഇവിടെ ഷാമിലുണ്ട്. അബൂ സുഫിയാനെ കൊട്ടാര ദർബാറിലേക്ക്, ഹിറക്കലിന്റെ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു. അങ്ങനെ വിളിച്ച് ഹിറക്കൽ അദ്ദേഹത്തിന്റെ ആ രാജാവിന്റെ അവിടുത്തെ ഉപദേശകന്മാരും മന്ത്രിമാരും കൊട്ടാര പ്രമുഖന്മാരുമായ ആളുകളെ മുഴുവനും അവിടുത്തെ സഭയിൽ കൊട്ടാരത്തിൽ ഒരുമിച്ച് കൂട്ടി. അങ്ങനെ അബൂ സുഫിയാനോട് ചോദിച്ചു, ഞങ്ങൾക്ക് നിങ്ങളെ നാട്ടിൽ നിന്ന് മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകരുടെ അടുത്ത് നിന്ന് എഴുത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തിനെ കുറിച്ച് ചില കാര്യങ്ങൾ, സത്യാവസ്ഥ അന്വേഷിക്കാനുണ്ട്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ കൃത്യമായി മറുപടി പറയണം. അബൂ സുഫിയാനോട് പറഞ്ഞു, സത്യം മാത്രം പറയണം, കളവ് പറയരുതേ എന്ന് പറഞ്ഞു. അബൂ സുഫിയാൻ അത് സമ്മതിച്ചു. അബൂ സുഫിയാന്റെ കൂടെയുള്ള ആളുകളോട് അബൂ സുഫിയാന്റെ പിന്നിലിരിക്കാൻ വേണ്ടി പറഞ്ഞു രാജാവ്. എന്നിട്ട് പറഞ്ഞു, ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളുടെ നേതാവായ അബൂ സുഫിയാൻ എന്നോട് കളവ് പറയുകയാണെങ്കിൽ ആ പറഞ്ഞത് കളവാണ് എന്ന് അബൂ സുഫിയാൻ അറിയാതെ നിങ്ങൾ എനിക്ക് സൂചന തരണം, നിങ്ങൾ എനിക്ക് വിവരം തരണം. അബൂ സുഫിയാൻ അറിയണ്ട ആരെ ഇത് പറഞ്ഞു എന്നുള്ളത്, സത്യം എനിക്ക് നിങ്ങൾ അറിയിച്ചു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ അബൂ സുഫിയാനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പല ചോദ്യങ്ങളും ചോദിച്ചു. അതിന്റെ കൂട്ടത്തിൽ ചോദിച്ച ഒന്ന്, ഈ പ്രവാചകൻ കള്ളം പറയുന്ന ആളാണോ എന്ന്. കള്ളം പറയുന്ന ആളാണോ, വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണോ? അബൂ സുഫിയാൻ ആ അവസരം ശരിക്കും മുതലെടുക്കാമായിരുന്നു. ശത്രുതയുടെ സമയമാണ്, ശത്രുപക്ഷത്താണ്. ലോകത്തെന്നറിയപ്പെട്ട വൻ ശക്തികൾ എന്നറിയപ്പെടുന്നവരുടെ ചക്രവർത്തിയാണ് ചോദ്യം ചോദിക്കുന്നത്. ആ മനുഷ്യനെങ്ങാനും റസൂൽ അംഗീകരിച്ചാൽ ഖുറൈശികൾക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയൂല. അങ്ങനത്തെ ഒരു ഘട്ടാണ്. പക്ഷേ അബൂ സുഫിയാനോട് സത്യം പറഞ്ഞു. ഇതുവരെ ഒരു കളവും ആ മനുഷ്യൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. കളവ് പറഞ്ഞതായിട്ട് ഞങ്ങൾക്ക് ആ മനുഷ്യനെ കുറിച്ച് ഒരു അനുഭവമില്ല. വളരെ വ്യക്തമായ സത്യത്തിലാണ്. ആ സത്യം സിദ്ഖ് അതിൽ അവലംബിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് അബൂ സുഫിയാൻ പറഞ്ഞു, ഇപ്പൊ ഞങ്ങളും അവനും തമ്മിലൊരു കരാറിലാണ്, അതിൽ അവൻ എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയൂല. ചെറിയൊരു അവസരം കിട്ടിയത് അബൂ സുഫിയാൻ ഉപയോഗപ്പെടുത്തി. നമ്മൾ പറഞ്ഞത് ശത്രുക്കൾക്ക് പോലും ഈ പറയുന്ന പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിതി അതാണ്. മറ്റുള്ള പ്രവാചകന്മാരുടെ ചരിത്രം മുഴുവനും അങ്ങനെയായിരുന്നു. സ്വാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അദ്ദേഹത്തിന്റെ ജനങ്ങൾ പറഞ്ഞു, യാ സ്വാലിഹു ഖദ് കുൻത ഫീനാ മർജുവൻ ഖബ്ല ഹാദ. ഈ ദഅവത്തേറ്റ് നീ വരുന്നതിന്റെ മുമ്പ് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളായിരുന്നു നീ, ഞങ്ങൾക്ക് സർവ്വസമ്മതനായിരുന്നു, ഞങ്ങൾക്ക് ഏറ്റവും ആകൃഷ്ടനായിരുന്നു നീ. അവർക്കാർക്ക് രണ്ട് അഭിപ്രായമില്ല. പക്ഷേ ഇപ്പൊ ഈ ദഅവത്തുമായി വന്നു, ഞങ്ങളുടെ ആദർശത്തെ നീ വെല്ലുവിളിച്ചു എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾക്ക് എന്നോട് വിമർശനം. അതല്ലാതെ വേറെ എതിർപ്പില്ല. ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രം ഇങ്ങനെയായിരുന്നു. അവർ വളരെ വ്യക്തമായ സത്യത്തിന്റെ മേലായിരുന്നു. കിതാബിൽ നമ്മൾ വിശ്വസിക്കണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ, ഈമാൻ കാര്യങ്ങളിൽപ്പെട്ട ഒരു റുക്കനാണ് ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് ഇറക്കിക്കൊടുത്ത ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? എന്താണ് ഈ ഗ്രന്ഥങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഏറ്റവും ആദ്യം അത്തസ്ദീഖുൽ ജാസിമു ബി അന്ന ജമീഅൽ കുതുബി മുനസ്സലുൻ മിൻ ഇൻദില്ലാ. ഗ്രന്ഥങ്ങൾ മുഴുവനും നമുക്ക് പേര് അറിയുന്നതാണെങ്കിലും അറിയാത്തതാണെങ്കിലും, ഉദാഹരണത്തിന് പരിശുദ്ധ ഖുർആൻ, തൗറാത്ത്, ഇൻജീൽ, സബൂർ പോലത്തിന്റെ പേരുകൾ തന്നെ നമുക്കറിയും. ഖുർആനിൽ കൂടെ ഹദീസിൽ കൂടെ അത് വിവരിക്കപ്പെട്ടതാണ്. നമുക്ക് പേര് അറിയുന്നതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഗ്രന്ഥങ്ങൾ മുഴുവനും അല്ലാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ്. വഅന്നല്ലാഹ തകല്ലമ ബിഹാ ഹഖീഖതൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ച അവന്റെ കലാമാണ് ഈ ഗ്രന്ഥങ്ങളിലുള്ളത്. അല്ലാഹുവിന്റെ സംസാരം അവന്റെ കലാം തന്നെയാണ്. ഹഖീഖതൻ, അത് കൃത്യമായി സംസാരം തന്നെയാണ്. അല്ലെങ്കിൽ അതിന്റെ മോഡലോ അതിന്റെ ഫോട്ടോ രൂപോ അതിന്റെ മറ്റൊരാൾ റിപ്പോർട്ട് ചെയ്തതോ ഒന്നുമല്ല. അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നവനാണ്. അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന വിഷയത്തിൽ. فمنها المسموع منه تعالى من وراء حجاب بدون واسطة الرسول الملكي. അള്ളാഹു അവന്റെ ഈ സംസാരങ്ങൾ മനുഷ്യരായ ഈ പ്രവാചകന്മാരിലേക്ക് എത്തിക്കുന്നത് പല രൂപങ്ങളിലാണ്. പല രൂപങ്ങളിൽ അള്ളാഹു അവന്റെ സംസാരം പ്രവാചകന്മാരിലേക്ക് എത്തിക്കും.
ചിലപ്പോ മലക്കിന്റെ ഇടയിൽ മലക്ക് ഇല്ലാതെ മറയുടെ പിന്നിൽ നിന്ന് അള്ളാഹുവിനെ കാണുകയില്ല ഇവര്, പക്ഷെ അള്ളാഹുവിന്റെ സംസാരം ഇവര് കേൾക്കും, ഈ പ്രവാചകന്മാര് കേൾക്കും. അങ്ങനെ ഉണ്ടാകും. വകല്ലമ അല്ലാഹു മൂസ തക്ലീമ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ സംസാരിച്ചു. പരിശുദ്ധ ഖുർആനിൽ അതുണ്ട്. അള്ളാഹുവിനൊന്ന് കാണിച്ചുകൊണ്ട് അള്ളാഹുവെ റബ്ബി അരിനി അൻദുർ ഇലൈക്, എനിക്ക് നീ എന്നെ ഒന്ന് കാണിച്ചുകൊണ്ട് ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഇന്നക ലൻ തറാനി, ഈ ലോകത്ത് വെച്ച് മനുഷ്യർക്ക് അള്ളാഹുവിനെ കാണാനുള്ള പ്രാപ്തിയില്ല, കഴിയൂല. അതിന് തെളിവ് എന്നോണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫലമ്മ തജല്ല റബ്ബുഹു വലാകിൻ ഉൻദുർ ഇലൽ ജബൽ, മുന്നിലുള്ള അതിശക്തമായ പർവ്വതത്തിലേക്ക് നോക്കി. ഫലമ്മ തജല്ല റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്കൻ വഖറ മൂസ സഈഖ, അല്ലാഹു ആ പർവ്വതത്തിലേക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ പർവ്വതത്തിന് പോലും അള്ളാഹുവിന്റെ ഈ ഒരു തജല്ലി, അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ഒരു മറ നീങ്ങി ആ കാണുന്ന അവസ്ഥ താങ്ങാൻ കഴിയാതെ അത് പൊട്ടി തകർന്നുപോയി. മൂസാ നബി ബോധം തകർന്ന് അവിടെ വീണു പോവുകയും ചെയ്തു. ഈ ലോകത്ത് അള്ളാഹുവിനെ കാണാനുള്ള പ്രാപ്തി മനുഷ്യർക്കില്ല. സ്വർഗത്തിൽ വെച്ച് മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ കാണുകയും ചെയ്യും. സ്വർഗത്തിൽ വെച്ച് മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ കാണുകയും ചെയ്യും. അപ്പൊ അള്ളാഹു മറയുടെ പിന്നിൽ നിന്ന് അവനെ കാണിക്കാതെ അവന്റെ സംസാരം അവന്റെ പ്രവാചകന്മാരെ കേൾപ്പിക്കും. അങ്ങനെ വഹയുണ്ടാകും. ചില സമയത്ത് മലക്ക് മുഖേന, സാധാരണ ധാരാളം അങ്ങനെയാണ്, മലക്ക് മുഖേന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന അള്ളാഹുവിന്റെ ഈ വഹയ്യ് പ്രവാചകന്മാരിലേക്ക് എത്തിച്ചു കൊടുക്കും. അതേപോലെ ചിലപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ പവിത്രമായ കരങ്ങൾ കൊണ്ട് എഴുതിയിട്ട് ആ പലകകൾ, ആ ഗ്രന്ഥം പ്രവാചകന്മാർക്ക് കൊടുക്കും. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് തൗറാത്ത് അള്ളാഹു അവന്റെ മഹത്തായ കരം കൊണ്ട് എഴുതിയതാണ്. ആ അൽവാഹികളാണ്, അൽവാഹ്, ആ പലകകൾ, അതാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു കൊടുത്ത തൗറാത്ത്. അള്ളാഹു അവന്റെ മഹത്തായ കരം കൊണ്ട് എഴുതിയിട്ട് അതങ്ങനെ കൊടുക്കുക ചെയ്തത്. ഇതിന്റെ മേലെ അറിയിക്കുന്ന ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. വമാ കാന ലിബശരിൻ അൻ യുകല്ലിമഹുല്ലാഹു ഇല്ലാ വഹിയൻ ഔ മിൻ വറാഇ ഹിജാബിൻ ഔ യുർസില റസൂലൻ ഫയുഹിയ ബിഇദ്നി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സംസാരം മനുഷ്യരിലേക്ക് ഒന്നിരിക്കൽ വഹിയായിട്ട് മലക്കിന്റെ മുഖേന, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന മലക്കിൻ, ഔ മിൻ വറാഇ ഹിജാബിൻ, അതല്ലെങ്കിൽ മറയുടെ പിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്ക് ഈ പറയുന്ന പ്രവാചകന്മാരോട് സംസാരിക്കും. അതല്ലെങ്കിൽ ഔ യുർസില റസൂലൻ, പ്രവാചകന്മാരിലേക്ക് മലക്കിനെ അയച്ചുകൊണ്ട് ഒന്നിരിക്കല് അള്ളാഹു ഈ പ്രവാചകന്മാരുടെ മനസ്സിൽ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കും, ഇട്ടുകൊടുക്കും. ആ പറയുന്ന തോന്നിക്കുന്നത് കൃത്യമായ സന്ദേശമായിരിക്കും. അതതുപോലെ പുലരുന്ന നുബുവത്തിന്റെ ഈ പറയുന്ന സ്വപ്നങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിൽപ്പെട്ടതാണ്. അതല്ലെങ്കിൽ മറയുടെ പിന്നിൽ നിന്ന് അള്ളാഹുവിനെ കാണൂല, സംസാരം ഈ പ്രവാചകൻ കേൾക്കും. അതല്ലെങ്കിൽ മലക്ക് മുഖേന, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന അള്ളാഹു അവന്റെ സന്ദേശങ്ങൾ അയക്കും. ഇങ്ങനെ തൗറാത്തിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വകതബനാ ലഹു ഫിൽ അൽവാഹി മിൻ കുല്ലി ഷൈഇൻ മൗഇളതൻ വതഫ്സീലൻ ലികുല്ലി ഷൈ. തൗറാത്തിൽ നമ്മൾ എഴുതി കൊടുത്തു, അൽവാഹിൽ, പലകകളിൽ. തൗറാത്ത് അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത് മൂസാ നബിക്ക്. പരിശുദ്ധ ഖുർആൻ 23 വർഷക്കാലം ഘട്ടങ്ങളായിക്കൊണ്ടാണ്, ഗഡുക്കളായിക്കൊണ്ടാണ് നൽകിയത്. തൗറാത്ത് ഒറ്റടിക്കാൻ നൽകിയത്. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സുഹഫിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിലോ സുഹഫ് ഇബ്രാഹിം വ മൂസ, പണ്ഡിതന്മാർ പറഞ്ഞു മൂസാ നബിന്റെ തൗറാത്തും ഈ ഏടുകളും ഒന്നെന്നെയാണോ, അതല്ല രണ്ടും വ്യത്യാസമുണ്ടോ? അള്ളാഹു ആലും അതിൽ കൃത്യമായ ഒരു മറുപടിയിലേക്ക് എത്താൻ പറ്റുന്ന രേഖകളില്ലാത്തത് കൊണ്ട് രണ്ടഭിപ്രായങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്ന തൗറാത്തിനെ കുറിച്ചും സുഹഫിനെ കുറിച്ചും ഇങ്ങനെ വന്നതുകൊണ്ട് ആ രണ്ടും ഉള്ളതാണ്. അതിന്റെ യാഥാർത്ഥ്യം എന്താണ്, ഒന്നാണോ അല്ല എന്നുള്ളത് വ്യക്തമായി അറിയിക്കുന്ന രേഖകൾ ഖുർആനിലോ സുന്നത്തിലോ കാണാത്തത് കൊണ്ട് നമ്മൾ അത് രണ്ടിലും വിശ്വസിക്കുന്നു. അത് ഇന്നതാണ് എന്ന് കൃത്യമായി പറയാതെ. ഇതൊക്കെയാണ് പരിശുദ്ധ ഈ ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസത്തിന്റെ ആദ്യ ഘട്ടങ്ങൾ. അതേപോലെ രണ്ടാമത് മാ ദക്കറഹുല്ലാഹു മിൻ ഹാദിഹിൽ കുതുബി തഫ്സീലൻ വജബൽ ഈമാൻ ബിഹി തഫ്സീൽ, വിശദമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ച ഗ്രന്ഥങ്ങളെ കുറിച്ച് വിശദമായി നമ്മൾ വിശ്വസിക്കണം. അത് സത്യമാണ്, ഇത് യഥാർത്ഥമാണ്, ഇതുള്ളത് തന്നെയാണ്, നമ്മൾ അംഗീകരിക്കണം. ആ പറയുന്ന ഗ്രന്ഥങ്ങള് പരിശുദ്ധ ഖുർആൻ, തൗറാത്ത്, ഇൻജീൽ, സബൂർ, അതേപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മൂസാ നബിക്കൊക്കെ നൽകപ്പെട്ട സുഹഫുകൾ, ഈ പറയുന്ന വിശദമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മൊത്തത്തിൽ ഗ്രന്ഥങ്ങളെ കുറിച്ച് പറഞ്ഞ അതിനെ സംബന്ധിച്ച് വഖുൽ ആമൻതു ബിമാ അൻസലല്ലാഹു മിൻ കിതാബ്,
വഖുൽ പ്രവാചകരെ പറയുക, ആമന്ത് ഞാൻ വിശ്വസിച്ചു, ബിമാ അൻസലല്ലാഹു മിൻ കിതാബ് അല്ലാഹു ഗ്രന്ഥങ്ങളായിട്ട് ഏതൊക്കെയാണോ ഇറക്കിയിട്ടുള്ളത് അത് മുഴുവത്തിലും ഞാൻ വിശ്വസിച്ചു. കൃത്യമായിട്ട് നമുക്ക് പലതും അറിയുകയും മറ്റ് മതക്കാരായ ആളുകൾ അവരുടെ ഗ്രന്ഥങ്ങളായി കൊണ്ട് പറയുന്ന മിത്തുകളും കെട്ടുകഥകളും ആ പറയുന്ന സാധനങ്ങളെ അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങളാണ് എന്ന് ഖുർആനിന്റെയോ സുന്നത്തിന്റെയോ തെളിവില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കാനും പാടില്ല. സീത അതിൽപ്പെട്ടതോ അത് രാമായണോ അതല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള എന്താണ് പറയാ ഈ പറയുന്ന മറ്റ് മതക്കാരായ ആളുകൾ കൊണ്ടു നടക്കുന്ന ആ ഗ്രന്ഥങ്ങൾ അവർ ബഹുമാനിച്ച് ആദരിച്ച് കൊണ്ടു നടക്കുന്ന അവരുടെ കഥകളും കെട്ടുകഥകളും അത് അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ് എന്നൊന്നും എഴുത്തുകളിൽ കൂടെ പ്രസംഗങ്ങളിൽ കൂടെ പറഞ്ഞ് പ്രചരിപ്പിക്കാനും പാടില്ല. എന്തുകൊണ്ട്? അതിനെക്കുറിച്ച് കൃത്യമായി പരിശുദ്ധ ഖുർആനിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലോ അതിനെക്കുറിച്ച് അങ്ങനത്തെ വിവരണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ. അതേപോലെ ഈ ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ തസ്ദീഖു മാ സഹ്ഹ മിൻ അഖ്ബാരിഹ, അതിന്റെ വിവരങ്ങൾ, ആ ഗ്രന്ഥങ്ങളിൽ വന്ന വിവരങ്ങൾ അത് മുഴുവനും സത്യമാണ് എന്ന് നമ്മൾ അംഗീകരിക്കണം. പരിശുദ്ധ ഖുർആനിൽ വന്നത് പൂർണ്ണമായി അത് സത്യമാണ്, സിദ്ഖാണ്. ഖുർആനില് കഴിഞ്ഞു പോയ സമുദായങ്ങളെ കുറിച്ചുണ്ട്, വരാൻ പോകുന്ന ഖിയാമത്ത് നാൾ വരെയുള്ളതും അതിന്റെ ശേഷം മഹ്ശറിലും ഉള്ള ആഖിറത്തിലുള്ള പല കാര്യങ്ങളുണ്ട്. ഒരുപാട് നിയമങ്ങളുണ്ട്, വിധിവിലക്കുകളുണ്ട്, ചരിത്രങ്ങളുണ്ട്, ഒരുപാട് മറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് മുഴുവനും സത്യമാണ്. നമ്മുടെ മനസ്സിലേക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും അത് മുഴുവനും സത്യമാണ്. അതിൽ യാതൊരു കളവും ഇല്ല എന്ന് നമ്മൾ വിശ്വസിക്കണം, അംഗീകരിക്കണം. അതേപോലെ കഴിഞ്ഞു പോയ കാലത്ത് പ്രവാചകന്മാർക്ക് ഇറക്കപ്പെട്ട തൗറാത്ത്, ഇൻജീൽ, സബൂർ പോലത്തത് അതിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാത്തതാണ് ഇത് എന്നുള്ളത് പരിശുദ്ധ ഖുർആനിൽ കൂടെയോ റസൂലിന്റെ സുന്നത്തിൽ കൂടെ നമുക്ക് വ്യക്തമായതാണെങ്കിൽ അത് സത്യമാണ്, അംഗീകരിക്കണം. ഉദാഹരണം പറയാ, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനങ്ങൾ അദ്ദേഹത്തിനോട് അൽ മാഇദ, ഒരു ഭക്ഷണത്തിന്റെ തളിക ആവശ്യപ്പെട്ടിരുന്നു. അള്ളാഹുവിനോട് ഒരു ഭക്ഷണത്തിന്റെ തളിക. പരിശുദ്ധ ഖുർആനിൽ അതിനെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. ഇത് ബൈബിളിൽ എവിടെയെങ്കിലും ഈ പറയുന്ന ആ ചരിത്രം ഉണ്ടെങ്കിൽ ഖുർആൻ അതിനെ സത്യപ്പെടുത്തി എന്നുള്ള നിലക്ക് നമുക്കത് അംഗീകരിക്കാം. നേരെ മറിച്ച് കഴിഞ്ഞു പോയ സമുദായങ്ങൾക്ക് നൽകപ്പെട്ട ഗ്രന്ഥങ്ങളിൽ അത് കളവാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും കാര്യങ്ങൾ വന്നാൽ അത് കളവായിട്ട് നമ്മൾ അംഗീകരിക്കണം. സത്യമാണോ കളവാണോ എന്ന് വ്യക്തത അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് സത്യമാണെന്ന് പറയാനും പാടില്ല, കളവാണെന്ന് പറയാനും പാടില്ല. അതൊരു പക്ഷേ സത്യമാണെങ്കിൽ നമ്മൾ കളവാക്കിയാൽ അതിനെ കള്ളമാക്കി, അത് കളവാണ് നമ്മൾ സത്യമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അവന്റെ കലാമല്ലാത്തതിനെ കലാമാണ് എന്ന് പറഞ്ഞ അപകടത്തിൽപ്പെടും. നമ്മൾ അതിനെക്കുറിച്ച് മൗനം പാലിക്കുകയും ചെയ്യും. പരിശുദ്ധ ഖുർആനിൽ കൂടെ ആ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് പരാമർശിച്ച സത്യമാണ് നമുക്ക് ബോധ്യപ്പെട്ടാൽ നമുക്കത് അംഗീകരിക്കാം. കളവാണ് എന്ന് വിവരം നൽകപ്പെട്ടത് കളവായിട്ട് നമ്മൾ അംഗീകരിക്കുകയും വേണം. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ട ഖുർആൻ അത് ആ ഉമ്മത്ത്, റസൂലിന്റെ ഉമ്മത്താണ് നമ്മൾ എന്നുള്ള നിലക്ക് ഈ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ പ്രത്യേകമായി നമുക്ക് പരിശുദ്ധ ഖുർആനുമായി ചില ഹക്കുകളുണ്ട്. അതിന്റെ വിശ്വാസവുമായി അതുമായി കൊണ്ട് നമുക്ക് ചില പ്രത്യേകമായ കടമകളുണ്ട്. പരിശുദ്ധ ഖുർആനിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട ഗ്രന്ഥങ്ങളുടെ മേൽ മുഴുവനും വിധികർത്താവായി, അത് മുഴുവനും അതിൽ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ആധികാരിക ഗ്രന്ഥമായി കൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ളത്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ മുൻ കഴിഞ്ഞ പ്രവാചകന്മാരെ പറ്റിയും അവരുടെ ഗ്രന്ഥങ്ങളിൽ വന്ന കാര്യങ്ങളെക്കുറിച്ചും ഖുർആനിൽ വന്നത് ഏതാണോ അത് നമുക്ക് വിശ്വസിക്കണം, അത് നമുക്ക് അംഗീകരിക്കാവും. ഈ പറയുന്ന ഖുർആനിൽ മുൻ പറഞ്ഞ പ്രവാചകന്മാർക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങളെക്കുറിച്ച് ഇല്ലാത്തതാണ്, കളവാണ്, അതല്ലെങ്കിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടതാണ്, മാറ്റത്തിരുത്തലുകളുള്ളതാണ് എന്ന് പറഞ്ഞാൽ അത് ഖുർആനിൽ പറഞ്ഞത് നമ്മൾ അംഗീകരിക്കും, മറ്റുള്ള ഗ്രന്ഥങ്ങളെ നമ്മൾ തള്ളും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിനെ ഇറക്കി അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനൽ കിതാബ്. കഴിഞ്ഞു പോയ കാലഘട്ടത്തിലുള്ള ഗ്രന്ഥങ്ങളെ മുഴുവനും സത്യപ്പെടുത്തിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആനെ ഇറക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രവാചകന്മാർക്ക് നൽകിയ കാര്യങ്ങൾ ഇന്നതാണ് എന്ന് നമുക്ക് വിവരം നൽകിക്കൊണ്ട് പ്രവാചകന്മാരുടെ കാലശേഷം അതിന്റെ അനുയായികൾ അതിൽ മാറ്റത്തിരുത്തലുകളും ദുർവ്യാഖ്യാനങ്ങളും കടത്തിക്കൂട്ടലുകളും കൂട്ടലും കുറക്കലും നടത്തിയിട്ടുണ്ട്. ആ പറഞ്ഞതിന് വിശ്വസിക്കാൻ കൊള്ളൂല. ഖുർആനിൽ എന്ത് വന്നു അതാണ് ആ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട ഗ്രന്ഥങ്ങളിലും ഉള്ളത് എന്ന് സത്യപ്പെടുത്തിക്കൊണ്ടാ വന്നത്.
അതേപോലെ മുഹൈമിനൻ അലൈ, കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളെ അതിന്റെ വിശ്വാസ്യത, അതിന്റെ ആധികാരികത നമുക്ക് പരിശോധിക്കാനുള്ളത് പരിശുദ്ധ ഖുർആൻ. ഇതിൽ വന്നതാണെങ്കിൽ, ഇതിൽ പറഞ്ഞതാണെങ്കിൽ അത് സത്യം. ഇതിലില്ലാത്തത് കഴിഞ്ഞു പോയ പ്രവാചകന്മാരെ ബൈബിളിലുള്ളതാണ്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിലാണ്, പഴയ നിയമത്തിലുള്ളതാണ്, പുതിയ നിയമത്തിലുള്ളത് ആര് പറഞ്ഞാലും ഖുർആനിൽ അതിനെക്കുറിച്ച് പരാമർശമല്ലേ, അതിനെക്കുറിച്ച് അംഗീകാരമല്ലേ, എന്നാൽ അതിന് യാതൊരു വിലയും യാതൊരു അംഗീകാരവും നൽകപ്പെടുകയുമില്ല. ഇതാണ് പരിശുദ്ധ ഖുർആനിന്റെ സ്ഥിതി. അല്ലദീന ആതൈനാഹുൽ കിതാബ മിൻ ഖബ്ലിഹി ഹും യുഅ്മിനൂന ബിഹി യുഅ്മിനൂൻ. മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങൾ നൽകപ്പെട്ട പ്രവാചകന്മാരുടെ അനുയായികളിൽ മുഅ്മിനീങ്ങളായ ആളുകൾ അവർ ഈ ഖുർആനിൽ വിശ്വസിക്കുന്നവരായിരുന്നു. അവർക്ക് ഈ ഖുർആൻ പാരായണം ചെയ്യപ്പെടുമ്പോൾ യഥാർത്ഥ മുഅ്മിനീങ്ങളായ ആളുകൾ അവർ പറയുമായിരുന്നു, ഇന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിന, ഈ ഖുർആനിൽ പറയുന്നത് മുഴുവനും നമ്മുടെ റബ്ബിൽ നിന്നുള്ള സത്യമായ കാര്യങ്ങളാണ്. ഇന്നാ കുന്നാ മിൻ ഖബ്ലിഹി മുസ്ലിമീൻ. ഇങ്ങനെ അവസാന പ്രവാചകൻ വരും, അദ്ദേഹത്തിന് ഇങ്ങനെ മഹത്തായ ഗ്രന്ഥം നൽകപ്പെടും. ആ ഗ്രന്ഥത്തെ നൽകപ്പെടുന്നതിൽ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പരാമർശം, കാര്യങ്ങളും വിധികളും നിയമങ്ങളും ഉണ്ടാകും. ഈ പറയുന്ന കാര്യങ്ങൾ മുമ്പേ അവർക്ക് വിവരം കിട്ടിയതാണ്. മൂസാ നബിയുടെ തൗറാത്തിലുണ്ടായിരുന്നു, ഈസാ നബിയുടെ ഇൻജീലിലുണ്ടായിരുന്നു, മറ്റുള്ള പ്രവാചകന്മാർക്കും ഇതുപോലത്തെ സന്ദേശങ്ങളും ഉണ്ടായിരുന്നു. അവർക്കതിൽ യാതൊരു സംശയം ഉണ്ടാകൂല. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ വരുന്ന ആളുകൾ, ജൂതന്മാരാണെങ്കിലും നസാറാക്കളാണെങ്കിലും തീൻ ആരാധിക്കുന്നവരാണെങ്കിലും മറ്റുള്ള വിഗ്രഹങ്ങൾ ആരാധിക്കുന്നവരാണെങ്കിലും ഒന്നിനെയും വിശ്വസിക്കാത്ത, എല്ലാത്തിനും നിഷേധിക്കുന്ന ആളുകളാണെങ്കിലും എല്ലാ സൃഷ്ടികളും ഖിയാമത്ത് നാൾ വരെ വരുന്ന എല്ലാ ആളുകൾക്കും ഈ പരിശുദ്ധമായ ഖുർആന് പിൻപറ്റൽ നിർബന്ധമാണ്. ഇത് അംഗീകരിക്കൽ, ഇത് പിൻപറ്റൽ, ഇതിലുള്ള നിയമങ്ങൾ, ഇതിലുള്ള വിധിവിലക്കുകൾ അതനുസരിച്ച് മുന്നോട്ട് പോകൽ നിർബന്ധം. ലാഹിറൻ വബാത്തിൻ, അവരുടെ ആദർശമായിട്ട്, അവരുടെ ഇബാദത്തുകളും സ്വഭാവങ്ങളും അവരുടെ ആരാധനകളുമായിട്ട് വത്തമസ്സുകുബി, ഈ ഖുർആൻ മുറുകെ പിടിക്കൽ നിർബന്ധം അവർക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലോകത്തും പരലോകത്തും. പരിശുദ്ധ ഖുർആൻ വന്നതിന്റെ ശേഷം ബൈബിളിന് പ്രസക്തിയില്ല, അതല്ലെങ്കിൽ ഇൻജീലിന് പ്രസക്തിയില്ല, തൗറാത്ത് അതല്ലെങ്കിൽ പഴയ നിയമം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നടക്കുന്ന അതിന് യാതൊരു പ്രസക്തിയില്ല. ആ കാലഘട്ടത്തിലുള്ള മൂസാ നബിയോ ഈസാ നബിയോ മറ്റുള്ള പ്രവാചകന്മാരോ ഈ റസൂലിന്റെ ശേഷം ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിൻപറ്റണം, പരിശുദ്ധ ഖുർആനോട് പിൻപറ്റൽ നിർബന്ധമാണ്. ഖിയാമത്ത് നാളിന്റെ അടുത്ത് ദജ്ജാലിനെ വധിക്കാൻ വേണ്ടി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുമ്പോൾ പരിശുദ്ധ ഖുർആനുള്ളത് പോലെയാണ് അദ്ദേഹം വിധി നടപ്പാക്കുക. പരിശുദ്ധ ഖുർആനുള്ള ഈ നിയമങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ചാണ് അദ്ദേഹം ഇവിടെ ജീവിക്കുക, നിയമങ്ങളും വിധികളും അദ്ദേഹം നടപ്പാക്കുകയും ചെയ്യുക. പരിശുദ്ധ ഖുർആനോട് പിൻപറ്റ വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഊഹു, ബറക്കത്താക്കപ്പെട്ട ഖൈറുകൾ അധികരിച്ച പരിശുദ്ധമായ ഗ്രന്ഥമാണിത്, നിങ്ങൾ അതിനോട് പിന്തുടരണം. എല്ലാ ആളുകളും ഈ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ വരുന്ന എല്ലാ ആളുകൾക്കും അത് നിർബന്ധമാണ്, അത് കടമയാണ്. പരിശുദ്ധ ഖുർആന് മുറുകെ പിടിക്കുക, അതിന്റെ ഹക്കുകൾ അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ചുരുങ്ങിയ നിലയ്ക്ക് ഇഹ്ലാലു ഹലാലിഹി, പരിശുദ്ധ ഖുർആനിൽ ഇന്നത് ഹലാലാണ് എന്ന് പറഞ്ഞാൽ അത് ഹലാലായി അംഗീകരിക്കുക. വതഹരീമു ഹറാമിഹി, പരിശുദ്ധ ഖുർആനിൽ ഇന്ന കാര്യങ്ങൾ ഹറാമാണ് എന്ന് പറഞ്ഞാൽ അത് നിഷിദ്ധമാണ്, അത് ഒഴിവാക്കുക. വൽ ഇൻഖിയാദു ലി അവാമിരിഹി, പരിശുദ്ധ ഖുർആനിൽ വന്ന കൽപ്പനകൾക്ക് കീഴൊതുങ്ങുക. അഖീമുസ്സലാത്ത വ ആതുസ് സക്കാ എന്ന് പറഞ്ഞാൽ നിസ്കാരം നിലനിർത്തുക, സക്കാത്ത് നൽകുക. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിന്റെ റസൂലിന് വഴിപ്പെടുക. വ ഉലിൽ അംരി മിൻകും, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ആളുകൾ ആരൊക്കെയാണോ അവരനുസരിക്കുക. അള്ളാഹുവിന്റെ ഖുർആനിൽ വന്ന കൽപ്പനകൾക്ക് കീഴൊതുങ്ങണം. വൽ ഇൻസിജാറു ബിസവാജിരിഹി, പരിശുദ്ധ ഖുർആനിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യരുതേ ഇന്ന കാര്യങ്ങൾ ചെയ്യരുതേ എന്ന് പറഞ്ഞാൽ അതൊഴിവാക്കണം. വലാ തുശ്രികൂ ബിഹി ഷൈഅ, അള്ളാഹുവിനോടൊന്നിനും പങ്കു ചേർക്കരുത്, ശിർക്ക് ഒഴിവാക്കണം. വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്, സത്യല്ലാതെ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ പരാമർശിക്കാൻ പോകരുത്, അള്ളാഹുവിന്റെ ദീനിൽ ഹക്കല്ലാതെ പറയരുതേ എന്ന് പറഞ്ഞാൽ പിന്നെ ബാത്തിൽ പറയാൻ നിൽക്കരുത്, അള്ളാഹുവിന്റെ ദീനിന് വിരുദ്ധമായ കാര്യങ്ങൾ പറയാൻ നിൽക്കരുത്. അതിൽ ഏതൊക്കെ കാര്യങ്ങൾ വിരോധിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങൾ അത് ഒഴിവാക്കണം. വൽ ഇഅ്തിബാറു ബി അംസാലിഹി, പരിശുദ്ധ ഖുർആനിൽ പല ഉപമകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നു. ഭൗതികമായ ഈ ലോകത്തിന്റെ അതിന്റെ ഉപമ അല്ലാഹു പറയുന്നുണ്ട്. മസലുൽ ഹയാത്തിദ് ദുനിയ, ഈ ദുന്യവിയായ ജീവിതത്തിന്റെ ഉപമ അള്ളാഹു ആകാശത്തിൽ നിന്ന് ഇറക്കിയ ഒരു വെള്ളം പോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ പല ഉപമകളും ഉദാഹരണങ്ങളും അള്ളാഹു നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം.
വൽ ഇത്തിആദു ബിഖസസിഹി, പരിശുദ്ധ ഖുർആനിൽ കഴിഞ്ഞു പോയ നല്ല ആളുകളുടെയും ചീത്ത ആളുകളുടെയും ചരിത്രങ്ങൾ പലതും പറയുന്നുണ്ട്. നല്ല ആളുകളുടെ ചരിത്രങ്ങളുണ്ട്, പ്രവാചകന്മാരുടെയും മുഅ്മിനീങ്ങളുടെയും, കുഫാറുകളുടെയും മുജ്രിമീങ്ങളുടെയും ചരിത്രങ്ങൾ പറയുന്നു. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. മുഅ്മിനീങ്ങൾ ആളുകളുടെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അവർ ജീവിച്ചതുപോലെ മാതൃകയാക്കി ജീവിക്കണം. കുഫാറുകളും മുജ്രിമീങ്ങളും അവരുടെ ചരിത്രങ്ങൾ കേട്ട് പഠിച്ച് മനസ്സിലാക്കി അതുപോലെ ആകാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനാധ്വാനം ചെയ്യണം. വൽ ഇൽമു ബിമുഹ്കമിഹി വത്തസ്ലീമു ബിമുതശാബിഹി, പരിശുദ്ധ ഖുർആനിൽ കൃത്യമായി നിയമങ്ങളും കാര്യങ്ങളും അറിയുന്ന ഭാഗങ്ങൾ അത് പഠിച്ച് മനസ്സിലാക്കി അമലാക്കണം. പരിശുദ്ധ ഖുർആനിൽ ചില കാര്യങ്ങൾ നമുക്ക് എല്ലാ സാധാരണക്കാരായ ആളുകൾക്ക് അറിയാത്ത ചില വിഷയങ്ങൾ ഉണ്ടാകും. അവിടെ അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്, അതിന്റെ വിവരം എന്താണ്, വിശദീകരണം എന്താണ് എന്ന് അന്വേഷിക്കാൻ പോയി പരാജയപ്പെടാതെ കുല്ലും മിൻ ഇൻദി റബ്ബിന, കുല്ലും മിൻ ഇൻദി റബ്ബിന, ഇത് മുഴുവനും അള്ളാഹുവിന്റെ നമ്മുടെ റബ്ബിൽ നിന്നാണ്, അള്ളാഹുവിൽ നിന്നാണ്, നമുക്കതിനെക്കുറിച്ച് അറിയൂല എന്ന് പറഞ്ഞ് കൃത്യമായി അറിയുള്ള പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കി പോകണം. വൽ വുഖൂഫു ഇൻദ ഹുദൂദിഹി, അള്ളാഹു ഓരോ പരിധികൾ നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ പരിധികളുണ്ട്. സമ്പത്ത് ഒരാൾക്കുണ്ടെങ്കിൽ കണ്ടതുപോലെ അത് കൈകാര്യം ചെയ്യാൻ പാടില്ല. വിവാഹ ജീവിതത്തിൽ ഒരാൾക്ക് കണ്ടതുപോലെ മുന്നോട്ട് പോകാൻ കഴിയില്ല. സാമൂഹികമായ ജീവിതത്തിൽ ഒരാൾക്ക് അവന്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും പൂർണ്ണ സ്വതന്ത്രനായി മുന്നോട്ട് പോകാൻ കഴിയും. അള്ളാഹു ചില പരിധികൾ വെച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ കൃത്യമായി അത് വിവരിച്ചു തന്നിട്ടുണ്ട്. അവിടെ നിൽക്കാൻ തയ്യാറാണ്. വദ്ദബ്ബി അൻഹു, പരിശുദ്ധ ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നേ, തെറ്റായി അവതരിപ്പിക്കുന്നേ, അതിനെ കളവാക്കുന്നേ, അതിനെ പരിഹസിക്കുന്നേ ആളുകളുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായി മറുപടി കൊടുക്കാനും ഈ ഖുർആന് പ്രതിരോധ ശക്തികളായി നിലയുറപ്പിക്കാൻ തയ്യാറാവണം. അതിന്റെ പുറമെ മാഹിഫുലിഹി, ഇത് കാണാതെ പഠിക്കാൻ ശ്രമിക്കണം. വതിലാവത്തിഹി, അതിനെ പാരായണം ചെയ്യാൻ ശ്രമിക്കണം. വതദബ്ബുരി ആയാത്തിഹി, ഈ പറയുന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ അർത്ഥങ്ങൾ ഉറ്റാലോചിക്കണം, ചിന്തിക്കാൻ തയ്യാറാവണം. ശ്രദ്ധിക്കാതെ മനസാന്നിധ്യമില്ലാതെ വെറുതെ പാരായണം ചെയ്ത് പോകുക എന്നുള്ളത് മാത്രം ആകരുത്. അതിനും കൂലി കിട്ടും. ഒരാൾ ഖുർആൻ തുറന്നു വെച്ചു, മുസഹഫ് തുറന്നു വെച്ച് ഇന്ന ഖത്ം തീർക്കുക, ഇന്ന സൂറത്ത് പൂർത്തിയാക്കുക എന്നുള്ളത് മാത്രമാകരുത്. പാരായണം ചെയ്യുന്നതിന് കൂലി കിട്ടും. പക്ഷേ അതിൽ പറഞ്ഞ കാര്യങ്ങളിൽ, അധ്യാപനങ്ങളിൽ ഉറ്റാലോചിക്കാനും ചിന്ത കൊടുക്കാനും ഹൃദയ സാന്നിധ്യത്തോടു കൂടെ പഠിക്കാനും തയ്യാറാവണം. വൽ ഖിയാമി ബിഹി ആനാ അൽ-ലൈലി വൻ-നഹാർ, രാപ്പകലുകളിലുള്ള ഇബാദത്തുകളിൽ ഇത് പാരായണം ചെയ്തുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ തയ്യാറാവണം. വൻ-നസീഹതി ലഹു ബികുല്ലി മആനിഹി, എല്ലാ നിലക്കും പരിശുദ്ധ ഖുർആനിന്റെ ഗുണകാംക്ഷികളായി നമ്മൾ നിൽക്കണം. ഈ പറയുന്ന ഖുർആനിലുള്ള അധ്യാപനങ്ങളിലേക്ക് മറ്റുള്ളവരെ പ്രബോധനം ചെയ്യുകയുമാണ്, മറ്റുള്ളവരെ പ്രബോധനം ചെയ്യുകയുമാണ്. ഇങ്ങനെയൊക്കെയാണ് കിതാബിലുള്ള വിശ്വാസം നമുക്കുണ്ടാവേണ്ടത്. മൊത്തം എല്ലാ കിതാബുകളിലും പരിശുദ്ധ ഖുർആനിലും ഗ്രന്ഥങ്ങളിൽ വിശ്വാസമുണ്ടായാൽ അതുകൊണ്ട് അടിമകളായ നമുക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ്? ഒരാൾക്ക് ഈ പറയുന്ന ഗ്രന്ഥങ്ങളിൽ, അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളിൽ വിശ്വാസമുണ്ടാകുമ്പോൾ നമുക്കതുകൊണ്ട് എന്താണ് നേട്ടമുള്ളത്? ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഏറ്റവും ആദ്യം അൽ ഇൽമു ബിഇനായത്തില്ലാഹി ബിഇബാദിഹി ഹൈസു അൻസല ലികുല്ലി ഖൗമിൻ കിതാബൻ യഹ്ദീഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളായ നമ്മോട് കാണിച്ച പരിഗണന അത് നമുക്ക് മനസ്സിലാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തേക്ക് നമ്മെ സൃഷ്ടിച്ചു വിട്ടു. എന്നിട്ട് പ്രവാചകന്മാരെ അയച്ചില്ല, ഗ്രന്ഥങ്ങളെ അയച്ച് നൽകിയില്ല. എന്നിട്ട് അള്ളാഹു പറഞ്ഞ് കൃത്യമായി ശുദ്ധ പ്രകൃതിയിൽ കൂടെ ഈ ലോകത്ത് കാണുന്ന അള്ളാഹുവിന്റെ ആയാത്തുകളും ദൃഷ്ടാന്തങ്ങളും കണ്ടുപഠിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ യഥാർത്ഥ മുഅ്മിനീങ്ങളായി വരീന്ന് പറഞ്ഞു എന്ന് വെക്കുക. പ്രവാചകന്മാരില്ല മാതൃകയാക്കാൻ, ഗ്രന്ഥങ്ങളില്ല മറിച്ചു നോക്കാനും പഠിച്ചു നോക്കാനും. അള്ളാഹു പറയാണ്, അള്ളാഹുവിന്റെ ആയാത്തുകൾ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്, നമ്മുടെ ചുറ്റുഭാഗത്തും ധാരാളമുണ്ട്. നിങ്ങളിത് കണ്ട് കേട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ശരിയായി ഹിദായത്ത് സിദ്ധിച്ച് നേരായ മാർഗം സിദ്ധിച്ചവരായിട്ട് വരി, അല്ലെങ്കിൽ ഞാൻ ശിക്ഷിക്കും എന്നെങ്ങാനും പറഞ്ഞു എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? എവിടെ നിന്ന് നമ്മൾ ഈ പറയുന്ന സത്യങ്ങൾ കണ്ടെത്തും, മനസ്സിലാക്കും? പ്രവാചകന്മാരയച്ച് അവരുടെ മേൽ ഗ്രന്ഥങ്ങളെ ഇറക്കിയിട്ട് ആളുകൾ ഇന്ന് എത്രയോ ആശയക്കുഴപ്പത്തിലാണ്, അഭിപ്രായ വ്യത്യാസങ്ങളിലാണ്, ഛിദ്രതയിലാണ്. ഇതൊക്കെ ഉണ്ടായിട്ട്, കൃത്യമായ രേഖ ഉണ്ടായിട്ട്, ഇതൊന്നും ഇല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളോട് സൃഷ്ടികളോട് ഇങ്ങനെ പറഞ്ഞു എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും മനുഷ്യരുടെ അവസ്ഥ? നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചു. നമ്മുടെ ശരീരത്തിലും നമ്മുടെ ചുറ്റുഭാഗത്തും നിരന്തരം ധാരാളം ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് നിറച്ചു. അതിന്റെ പുറമെ ശുദ്ധമായ പ്രകൃതിയിൽ അള്ളാഹു നമ്മെ സൃഷ്ടിച്ചു. അതിന്റെ പുറമെ പ്രവാചകന്മാരയച്ചു കണ്ടുകേട്ട് പഠിച്ച് മനസ്സിലാക്കാൻ. അവരുടെ മേൽ ഇങ്ങനത്തെ വ്യക്തമായ സന്മാർഗത്തിന്റെ
സന്മാർഗത്തിന്റെ കേദാരങ്ങളായ ഗ്രന്ഥങ്ങളെ ഇറക്കി. അള്ളാഹുവിന് അവന്റെ അടിമകളായ നമ്മോടുള്ള പരിഗണന, അവന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ ദയ, അള്ളാഹു നമ്മോട് കാണിച്ച ഒരു കരുതല്, അത് നമുക്ക് മനസ്സിലാകും. നമ്മുടെ ഈമാൻ വർദ്ധിക്കും, അള്ളാഹുവിനോടുള്ള ഇഷ്ടവും മഹബത്തും കൂടും ഗ്രന്ഥങ്ങളിലെ വിശ്വാസമുണ്ടാകുമ്പോൾ. അതേപോലെ തന്നെ എല്ലാ ഓരോ കാലഘട്ടത്തിലുള്ള പ്രവാചകന്മാർക്ക് അവരോട് അനുയോജ്യമായ ഗ്രന്ഥങ്ങൾ, അള്ളാഹുവിന്റെ നിയമങ്ങൾ, വിധിവിലക്കുകളാണ് നൽകിയത്. തൗറാത്തിൽ നൽകപ്പെട്ട ഗ്രന്ഥങ്ങളെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നു, ബനൂ ഇസ്രായേലിന്റെ സ്വഭാവത്തിനനുസരിച്ച് കുറച്ച് കടുകട്ടിയുള്ളതായിരുന്നു. അവരങ്ങനത്തെ ഒരു സ്വഭാവക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് കടുകട്ടിയുള്ള നിയമങ്ങളായിരുന്നു തൗറാത്തിലുള്ള നിയമങ്ങൾ. നേരെ മറിച്ച് ഇഞ്ചീൽ, ഈസാ നബിക്ക് നൽകപ്പെട്ട ഇഞ്ചീലില് ആ പറയുന്ന ജനങ്ങളുടെ അവരുടെ മനസ്സിന്റെ ലാളിത്യം കാരണം ഒരല്പം മയമുള്ള നിലക്കുള്ള നിയമങ്ങളായിരുന്നു ഇഞ്ചീലിൽ ഉണ്ടായിരുന്നത്. പരിശുദ്ധ ഖുർആനിൽ മിതമായത്, ഏറ്റവും കാർക്കശ്യമുള്ളതല്ല, ഏറ്റവും ലോലമായതുമല്ലാത്ത മിതമായ നിലക്കുള്ള വസത്ത്, മധ്യ നിലവാരത്തിലുള്ള നിയമവിധി വിലക്കുകൾ ഉൾക്കൊണ്ട അധ്യാപനങ്ങളാണ്, ശറഅാണ് പരിശുദ്ധമായ ഖുർആനിലുള്ളത്. അതിന്റെയും പുറമെ ഈ പറയുന്ന ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, അള്ളാഹു ചെയ്തു തന്ന ഈ മഹത്തായ നിഅമത്ത്, അതിന് അടിമകളായ നമ്മുടെ ഭാഗത്ത് നന്ദിയുണ്ടാവണം. അത് പഠിച്ച് മനസ്സിലാക്കി അതിനോട് പിന്തുടർന്ന് ജീവിതത്തിൽ പകർത്തി ഈ ലോകത്തും പരലോകത്തും വിജയിക്കാൻ കാരണമാകുന്ന ഈ മഹത്തായ നിഅമത്തിന് നന്ദിയുള്ള അടിമകളാകുക എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ധാരാളം ഗുണങ്ങള്, നന്മകള് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഗ്രന്ഥങ്ങളെ ഇറക്കിയതിൽ നിന്ന് അടിമകളായ നമുക്ക് ലഭിക്കുന്നതാണ്. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിന വജലാഅ സുദൂരിന വദഹാബ ഹുമൂമിന വഅഹ്സാനിന اللهم وفقنا لتلاوته آناء الليل وأطراف النهار مع الحفظ والتدبر والترتل واتباع أحكامه وأوامره واجتناب نواهيه يا رب العالمين. الله سبحانه وتعالى മഹത്തായ ആ ഗ്രന്ഥം ധാരാളം പാരായണം ചെയ്യാനും അത് മനഃപ്പാഠമാക്കാനും അതിലുള്ള അധ്യാപനങ്ങൾ പഠിക്കാനും അതിലുള്ള ഉപദേശ നിർദ്ദേശങ്ങളിൽ പാഠം ഉൾക്കൊള്ളാനും അതിലുള്ള നിയമങ്ങളെ പിന്തുടരാനും അതിൽ അള്ളാഹു നമ്മോട് വിരോധിച്ച കാര്യങ്ങളെ ഒഴിവാക്കാനും അവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആളുകളുടെ കൂട്ടത്തിൽ, അള്ളാഹുവിന്റെ അഹ്ലി എന്ന് അവൻ പറഞ്ഞ് വിശേഷിപ്പിച്ചവരുടെ കൂട്ടത്തിൽ അവൻ നമ്മെ പെടുത്തുകയും ചെയ്യട്ടെ. ഇമാം അബൂബക്കർ ആജുരി റഹ്മത്തുള്ളാഹി അലൈഹി ഖുർആനിന്റെ അതുമായി നമുക്കുണ്ടാകേണ്ട ബന്ധങ്ങൾ, ആ ഖുർആനിന്റെ ആളുകൾ അതിനോട് കാണിക്കേണ്ടുന്ന കടമകൾ എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മഹത്തായ ഒരു റിസാല, ഒരു ഗ്രന്ഥം രചിച്ചത് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകുന്ന പക്ഷം അതിനെക്കുറിച്ച് നമുക്ക് വായിച്ച് കേൾക്കാവുന്നതാണ് ഏതെങ്കിലും ഒരു സദസ്സിൽ. അതിന്റെ ശേഷം ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി തുടർന്നുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വളരെ വ്യക്തമായ ഒരു അഖീദ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വളരെ വ്യക്തമായ ഒരു അഖീദയെക്കുറിച്ച്, ഒരു വിശ്വാസം, ഒരു നിലപാട്, അതിനെക്കുറിച്ചാണ് തുടർന്നുകൊണ്ട് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. വനുസമ്മി അഹ്ല ഖിബ്ലതിന മുസ്ലിമീന മുഅ്മിനീൻ. വനുസമ്മി, നമ്മൾ പറയും, അഹ്ല ഖിബ്ലതിന, നമ്മുടെ ഖിബലയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്ന ആളുകളെ. നമ്മുടെ ഖിബല എന്ന് പറഞ്ഞാൽ കഅബ ഷരീഫ്, മക്കയിലുള്ള കഅബ ഷരീഫ്. അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കുന്ന ആരാണെങ്കിലും, മുശ്രിക്കീങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കാരം നിർവഹിക്കുന്നില്ല, അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നില്ല. ജൂതന്മാരും നസാറാക്കളും അവർക്ക് നിസ്കാരം എന്ന് പറയുന്ന ചില ഇബാദത്തുകളുണ്ട്, പക്ഷേ അവർ കഅബയിലേക്ക് തിരിയുന്നവരല്ല. മുസ്ലിമീങ്ങളല്ലാത്ത, മുസ്ലിം എന്ന പേരിൽ അറിയപ്പെട്ടവരല്ലാതെ ആരും കഅബയിലേക്ക് തിരിയുന്നതായിട്ട് നമുക്ക് കാണാനും കഴിയൂല. അതുകൊണ്ട് തന്നെ ഈ കഅബ ഷരീഫിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്ന ആളുകളെ നമ്മൾ മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ എന്ന് പറയും. നമ്മൾ അവരെ കുറിച്ച് മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ എന്ന് പറയും. ഈ പറയുന്ന ഭാഗത്തിന്റെ ഒരു തുടർച്ചയായിക്കൊണ്ട് ഒന്ന് രണ്ട് വരികളുടെ ശേഷം ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി വീണ്ടും പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയിൽ നിന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ, ബുഖാരി, മുസ്ലിം പോലത്തെ പ്രമുഖരായ ഹദീസിന്റെ പണ്ഡിതന്മാരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, മൻ സല്ലാ സ്വലാത്തന വസ്തഖ്ബല ഖിബ്ലതന വഅകല ദബീഹതന فذلك المسلم الذي له ذمة الله وذمة رسوله فلا تخفر الله في ذمته മൻ സല്ലാ സ്വലാത്തന, നമ്മൾ നിസ്കരിക്കുന്നത് പോലെ 5 വക്ത് നിസ്കാരം ഒരാൾ നിസ്കരിച്ചു,
വസ്തഖ്ബല ഖിബ്ലതന, നമ്മൾ തിരിയുന്നത് പോലെ ആ കഅബ ഷരീഫിലേക്ക് അവർ മുന്നിട്ടു നിസ്കാരത്തിൽ. വഅക്കല ദബീഹതന, നമ്മൾ അറുത്ത മൃഗങ്ങളെ അവരും അത് കഴിച്ചു. അത് ഹലാലാണ്, അനുവദനീയമാണ് എന്ന് മനസ്സിലാക്കി അവരും കഴിച്ചാൽ ഫദാലിക്കൽ മുസ്ലിം, അത് മുസ്ലിമാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകൾ അവർ മുസ്ലിമാണ്. അവരുടെ ഉള്ളിൽ എന്താണ്, അവരുടെ ഉള്ളിൽ അവരുടെ രഹസ്യം എന്താണ്, ഇതൊന്നും നോക്കാൻ നമ്മോട് പറഞ്ഞിട്ടില്ല. ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ മുസ്ലിമാണ്. അല്ലദീ ലഹു ദിമ്മത്തുല്ലാഹി വ ദിമ്മത്തു റസൂലി, അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെയും സംരക്ഷണം, കരാറ്, ബാധ്യത ഏറ്റെടുത്ത മുസ്ലിമീങ്ങളാണ് അവര്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിം ആണെങ്കിൽ ആ മുസ്ലിമിന്റെ കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാമുൻ, കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ സംബന്ധിച്ച് നിഷിദ്ധമാണ്. ദമുഹു വമാലുഹു വഇർദു, അവന്റെ രക്തം ചിന്താൻ പാടില്ല അകാരണമായിട്ട്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കൊല്ലാനോ മുറിയാക്കാനോ അവന്റെ അവയവങ്ങൾ ഏതെങ്കിലും അത് കട്ട് ചെയ്യാനോ മുറിച്ചു കളയാനോ ഈ പറയുന്ന കാര്യങ്ങൾ പാടില്ല. അതേപോലെ അകാരണമായിട്ട്, കാരണം ഉണ്ടെങ്കിൽ പറ്റും. അവനൊരാളെ കൊന്നുവെന്നുണ്ടെങ്കിൽ പകരത്തിന് കൊല്ലാം, അവൻ കട്ടുവെന്നുണ്ടെങ്കിൽ അവന്റെ കൈ മുറിക്കുക, ഈ പറയുന്നത് വേറെ കാരണത്തോടെ, ഒരു കാരണമില്ലാതെ. അതേപോലെ തന്നെ അവന്റെ സമ്പത്ത് ഹലാലല്ലാത്ത മാർഗത്തിൽ കൂടെ, അനുവദനീയമല്ലാത്ത മാർഗത്തിൽ കൂടെ അവന്റെ സമ്പത്ത് തൊടാൻ പാടില്ല മറ്റൊരു മുസ്ലിമിൻ. അവന്റെ അഭിമാനത്തിൽ കൈ കടത്താൻ പാടില്ല, ഗീബത്തായിട്ടോ പരദൂഷണമായിട്ടോ അതല്ലെങ്കിൽ ചീത്തയായിട്ടോ പരിഹാസമായിട്ടോ അതല്ലെങ്കിൽ അവനെ കുറിച്ച് അപവാദം പറഞ്ഞ് പ്രചരിപ്പിക്കലായിട്ടോ ഈ പറയുന്ന കാര്യങ്ങളൊന്നും പാടില്ല. ഈ പറയുന്നതാണ് അള്ളാഹുവും അവന്റെ റസൂലും ഒരു മുസ്ലിമിന് വകവെച്ചു കൊടുത്ത ആ പവിത്രത, അതാണ് ആ പറയുന്ന കരാറ്. അതുകൊണ്ട് അള്ളാഹു ഈ മുഅ്മിന് കൊടുത്ത ആ ഒരു കരാറ്, ആ ഒരു സംരക്ഷണം, ആ പറയുന്ന ഉത്തരവാദിത്തത്തിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചതിയും വഞ്ചനയും ഒരു കൈകടത്തലും ഉണ്ടാകാൻ പാടില്ല. ആ പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ പറഞ്ഞത്, വനുസമ്മി അഹ്ല ഖിബ്ലത്തിന മുസ്ലിമീന മുഅ്മിനീൻ. നമ്മുടെ ഖിബ്ലയിലേക്ക് മുന്നിട്ട് തിരിഞ്ഞു നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ അവരെ കുറിച്ച് നമ്മൾ മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങൾ എന്ന് പറയും. അവരുടെ ഉള്ളിൽ ശിക്കാപട്യമുണ്ടാകും, അവരുടെ ഉള്ളിൽ പക്ഷേ നിഷേധിക്കുന്ന കാഫിറാകുന്ന കാര്യങ്ങൾ ആദർശങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ടാകും. പക്ഷെ ഉള്ളിൽ എന്താണ്, അവരുടെ മനസ്സിലെന്താണ്, ഇത് കുത്തി നോക്കാൻ, ഇത് ചൊഴിഞ്ഞു നോക്കാൻ, ഇതിനെക്കുറിച്ച് വിചാരണ ചെയ്യാൻ നമുക്ക് അർഹതയില്ല എന്നാണ് പറഞ്ഞത്. ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇത് പറഞ്ഞു കഴിഞ്ഞതിന്റെ ശേഷം തുടർന്നുകൊണ്ട് തന്നെ പറഞ്ഞു, മാദാമു ബിമാ ജാഅ ബിഹിൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിമാ ജാഅ ബിഹിൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം മുഅ്തരിഫീൻ വലഹു ബികുല്ലി മാ ഖാലഹു വഅഖ്ബറ മുസദ്ദിഖീൻ. ഈ ഒരു ഉപാധിയുണ്ട്. നമ്മൾ നിസ്കരിക്കും പോലെ നിസ്കരിച്ചിട്ടുണ്ട്, ഖിബ്ലയിലേക്ക് അവർ മുന്നിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അറുത്ത മൃഗങ്ങളെ അവർ കഴിച്ചിട്ടുണ്ട്, അവർക്ക് ഈ സംരക്ഷണമുണ്ട്. എത്ര കാലത്തോളം? മാദാമു ബിമാ ജാഅ ബിഹിൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം മുഅ്തരിഫീൻ. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം കൊണ്ടുവന്ന ആദർശത്തിന് അവർ അംഗീകരിക്കുന്ന കാലത്തോളം, അവര് പരസ്യമായിട്ട് അതിനെ തള്ളിപ്പറയാത്ത കാലത്തോളം, അവരുടെ ഉള്ളിലുള്ള കാര്യം നമുക്കറിയൂല. പ്രത്യക്ഷത്തില് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം കൊണ്ടുവന്ന ഈ പറയുന്ന ദീനും ആദർശം അവർ അംഗീകരിക്കുന്ന കാലത്തോളം. അതേപോലെ വലഹു ബികുല്ലി മാ ഖാലഹു വഅഖ്ബറ മുസദ്ദിഖീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും വിവരം നൽകുകയും ചെയ്ത കാര്യങ്ങളൊക്കെ സത്യമാണ് എന്ന് അവർ അംഗീകരിക്കുന്ന കാലത്തോളം. നേരെ മറിച്ച് ഈ ഒരു ഉപാധിയിൽ ഈ പറഞ്ഞ ആളുകൾക്ക് വീഴ്ച വന്നാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും സഹീഹായ സ്വീകാര്യയോഗ്യമായ ഹദീസിനെ തള്ളുന്നവരാണ് ഇവർ. പക്ഷെ ഒരു നിസ്കാരത്ത് പോലെ നിസ്കരിക്കുന്നുണ്ട്, ഖിബ്ലക്ക് മുന്നിടുന്നുണ്ട്, എന്നാൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ദീൻ അംഗീകരിക്കാത്ത കാലത്തോളം, അതല്ലെങ്കിൽ അവിടുന്ന് വിവരം തന്ന പറഞ്ഞ കാര്യങ്ങൾ അവർ സത്യമാണ് എന്ന് അവർ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും തയ്യാറാത്ത കാലത്തോളം, അത് സ്വീകരിക്കാത്ത കാലത്തോളം അവർ കുഫാറുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന കാര്യം അവർ അംഗീകരിക്കുന്നുണ്ട്, അവർ റസൂൽ കൊണ്ടുവന്ന മുഴുവനും സത്യമാണ്, സ്വഹീഹായ ഹദീസുകൾ ഒന്നിനും തള്ളണില്ല, എന്നാൽ അവർ മുസ്ലിമീങ്ങളാണ്, മുഅ്മിനീങ്ങളാണ്. നമ്മൾ അവരെ മുസ്ലിമീങ്ങളായിട്ട് മുഅ്മിനീങ്ങളായിട്ട് അവരെ കാണും, അംഗീകരിക്കും ചെയ്യും. ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇത് പറയുന്ന കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇത് പറയുന്ന കാലഘട്ടത്തിൽ ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ അറിയപ്പെട്ടതുപോലെ പരസ്യമായ ശിർക്ക് ചെയ്യുന്ന ഈ ആളുകൾ ആ കാലഘട്ടത്തിൽ ഇല്ല തന്നെ. തൗഹീദുൽ ഉലൂഹിയ്യ,
അള്ളാഹുവിന്റെ ഇബാദത്തില് മറ്റുള്ള ജാറങ്ങളെ, ദർഗകളെ, പുണ്യപുരുഷന്മാരെ, ഔലിയാക്കളെ, മറ്റുള്ളവരെ പങ്കു ചേർത്തുകൊണ്ട് ഈ പറയുന്ന ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് നിർവഹിക്കുന്ന ഇന്ന് ഈ കാണുന്നത് പോലത്തെ കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിൽ ഇല്ലതൻ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയുടെ കാലഘട്ടത്തിലൊക്കെ, ഈ പറയുന്ന പണ്ഡിതന്റെ കാലഘട്ടത്തിലൊക്കെ അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തില് ചില വ്യതിചലനങ്ങൾ സമൂഹത്തിലുണ്ട് എന്നുള്ളത്. അസ്മാ സിഫാത്തുകളിൽ ദുർവ്യാഖ്യാനമായിട്ടും നിഷേധിക്കലായിട്ടും. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഗ്രന്ഥങ്ങളിൽ ഈ കാര്യങ്ങൾ കൃത്യമായി അവർ വിവരിക്കുകയും അത് പറയുകയും ചെയ്തിട്ടുണ്ട്. നേരെ മറിച്ച് ഈ പറയുന്ന ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ കാലഘട്ടമൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം മുസ്ലിം ലോകത്ത് പ്രത്യക്ഷപ്പെട്ടതാണ് ഈ പറയുന്ന ഇങ്ങനത്തെ പരസ്യമായ ശിർക്കിയായ കാര്യങ്ങൾ. മരണപ്പെട്ടുപോയ ആളുകളില്, ഔലിയാക്കളില്, പുണ്യപുരുഷന്മാരില്, അവരുടെ ഖബറുകളില്, ജാറങ്ങളില്, ദർഗകളില് പോലത്തെ കാര്യങ്ങളിൽ അള്ളാഹുവിന് മാത്രം നിർവഹിക്കേണ്ട നേർച്ചയാണെങ്കിൽ, സഹായത്തെ തേടലാണെങ്കിൽ, തവസ്സുല് പോലത്തെ അതിന്റെ ദുർവ്യാഖ്യാനത്തിലുള്ള അതിന്റെ പ്രവർത്തനങ്ങൾ, ഈ കാര്യങ്ങൾ വന്നത് ഈ പറയുന്ന ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയുടെ കാലഘട്ടത്തിന്റെ ശേഷമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞതും അതും തമ്മിൽ കൂട്ടിക്കുഴച്ച് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യരുത്. കിബിലക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നവരാണ്, നമ്മൾ അറുത്തത് കഴിക്കുന്നവരാണ്, നമ്മൾ നിസ്കരിക്കും പോലെ നിസ്കരിക്കുന്നവരാണ്. പക്ഷേ ജാറങ്ങളിലും ദർഗകളിലും ചെന്നിട്ട് അവിടെ ചെന്നിട്ട് യാ ഷെയ്ഖ് യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, എനിക്ക് എന്റെ അസുഖം മാറ്റിത്തരണം, എനിക്ക് എന്റെ കുട്ടിയുടെ പ്രയാസങ്ങൾ ഞങ്ങൾക്ക് രക്ഷ തേടണം, മുക്തി തേടണം എന്ന് പറഞ്ഞ് ദുആ ചെയ്യുന്ന, ശഫാഅത്ത് തേടുന്ന, ഇസ്തിഗാസ നടത്തുന്ന, നേർച്ച നൽകുന്ന, അറുത്തു കൊടുക്കുന്ന ആളുകളെ ഈ പറയുന്ന ഹദീസ് വെച്ചുകൊണ്ട് ആരും മുസ്ലിങ്ങളാണ് റസൂല് പറഞ്ഞത് ഇതല്ലേ എന്ന് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ഷിർക്കിന്റെ കാര്യം വേറെയാണ്, അതിന്റെ തെളിവുകൾ വേറെയാണ്. ഈ പറയുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും അബൂ ജാഫർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ പറഞ്ഞതും ഷിർക്കിയായ കാര്യങ്ങൾ അല്ലാതെ വൻ പാപങ്ങൾ ആരത്തെങ്കിലും വന്നു എന്ന് കരുതി ഖവാരിജുകൾ എന്ന് പറയുന്ന തീവ്ര നിലപാടുള്ള ആളുകൾ അവരെ കുഫാറുകളാണ്, ഇസ്ലാമെന്ന് പുറത്താണ് എന്ന് പറയുന്നത് പോലെ അഹ്ലുസുന്ന പറയില്ല എന്നുള്ള ഒരു നിയമമാണ് ഷെയ്ഖ് ഇവിടെ പറഞ്ഞത്. ഷിർക്കിന്റെ കാര്യമല്ല ഇതിൽ പറയുന്നത്, അത് ചെയ്യുന്ന ആളുകളെ കുറിച്ചുള്ള നിയമമല്ല ഈ ഭാഗത്തിൽ പറയുന്നത്. ഈ ഹദീസിൽ പറഞ്ഞതും അതല്ല. ഇതിൽ പറയുന്നത് വൻ പാപങ്ങൾ ആരെങ്കിലും ചെയ്തു എന്ന് കരുതി അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, അവര് മരണപ്പെട്ടാൽ കാലാകാല നരകത്തിലാണ് എന്ന് പറയുന്ന തീവ്ര നിലപാടുള്ള ഒരു വിഭാഗം ആളുകൾ മുസ്ലിം ലോകത്തുണ്ട്. ഖവാരിജുകൾ കഴിഞ്ഞ കാലത്തുണ്ടായിരുന്നു. ഈ ഖവാരിജ് എന്ന് പറയുന്ന അറബി പേരിലൊരു പക്ഷേ ഇപ്പൊ ഇല്ല എന്നുണ്ടെങ്കിലും അതേ കാർക്കശ്യമുള്ള നിലപാടുള്ള, പല വിഷയങ്ങളിലും കർശനമായ നിലപാടുള്ള ആളുകൾ ഇന്ന് മുസ്ലിം ലോകത്ത് പല സ്ഥലങ്ങളിലുണ്ട്. പല സ്ഥലങ്ങളിലും ഈ പറയുന്ന ആളുകളുണ്ട്. ഈ ഖവാരിജിന്റെ നിലപാട് പോലത്തെ ദീനുൽ ഇസ്ലാമിൽ ചില വിഷയങ്ങളിൽ കാർക്കശ്യമുള്ള നിലപാട് സ്വീകരിക്കുന്ന മറ്റു ചില വിഭാഗങ്ങളുണ്ട്. അവരുടെ ഈ നിലപാട് കാരണം വൻ തെറ്റുകളെ കുറിച്ച് ദുർവ്യാഖ്യാനം ചെയ്തോ അതല്ലെങ്കിൽ വ്യാഖ്യാനിച്ചുകൊണ്ടോ ഏതെങ്കിലും നിലക്കിഞ്ഞ ഒരാൾ പറയുകയാണെങ്കിൽ തന്നെ, ഉദാഹരണം പറയാം, സൂറന്റെ കാര്യം, ജീവനുള്ള സാധനത്തിന്റെ ഫോട്ടോ എടുക്കുന്ന കാര്യം, അതൊരു പറയുമ്പോക്കിന് ചില ആളുകൾ പറയും അവർ സലഫിയത്ത് നിന്ന് പുറത്തു പോയിട്ടുണ്ട്, ഒരു സലഫിയാളല്ല, അവർ ഈ പറയുന്ന മൻഹജിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുണ്ട് എന്നൊക്കെ പറയാൻ കാരണം ഈ പറയുന്ന ഖവാരിജിന് പറ്റിയതുപോലത്തെ കാർക്കശ്യമുള്ള നിലപാട് ദീനുൽ ഇസ്ലാമിൽ ഉണ്ടായതുകൊണ്ട്. അഹ്ലുസുന്നത്തിന്റെ വൽ ജമാഅത്തിന്റെ കൃത്യമായ നിലപാട് വൻ പാപങ്ങൾ ഏത് തന്നെ ഒരാൾ ചെയ്താലും ആ മനുഷ്യൻ അതോടുകൂടെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവില്ല. ഓനെ കുറിച്ച് നമ്മൾ മുസ്ലിമീങ്ങൾ എന്ന് പറയും. പൂർണ്ണമായ മുസ്ലിം, പൂർണ്ണമായ മുഅ്മിൻ എന്നൊന്നും അവനെ കുറിച്ച് പറയൂല. മുസ്ലിം അതല്ലെങ്കിൽ മുഅ്മിൻ നാഖിസുൽ ഈമാൻ എന്ന പറയും. നാഖിസുൽ ഈമാൻ, ഈമാൻ കുറവുണ്ട് അവൻ്റെത്. അതല്ലെങ്കിൽ ഫാസിഖാണ്, തമ്മാടിത്തരുണ്ട് അവന്റെ അടുത്ത് എന്ന് പറയും. എന്ന് കരുതി ഓൻ കാഫിർ എന്ന് പറയുന്ന വാക്ക് അവനെ കുറിച്ച് പറയൂല. അത് മനസ്സിലാക്കി തരാനാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ പറയുന്ന ഭാഗം ഈ ഹദീസിന്റെ തെളിവ് പിടിച്ചുകൊണ്ട് പറഞ്ഞത്. വനുസമ്മി അഹ്ല ഖിബ്ലത്തിന മുസ്ലിമീന മുഅ്മിനീൻ, എന്നാ തന്നെ അവരെ കുറിച്ച് മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങൾ എന്ന് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിശക്തമായ ഒരു ഉപാധി ഇവിടെ കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീന് കൃത്യമായി അവർ അംഗീകരിക്കാൻ തയ്യാറാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീന് കൃത്യമായി അംഗീകരിക്കാൻ തയ്യാറാവണം. ഈ പറയുന്ന ഷിർക്കിന്റെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീന് കൃത്യമായി അവർ പാലിക്കുന്നവരാ? നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറയുകയും വിവരം തരുകയും ചെയ്ത കാര്യം സത്യമാണെന്ന് അംഗീകരിക്കണം. സ്വഹീഹായ ഏതെങ്കിലും ഒരു ഹദീസ് ഒരാൾക്ക് കിട്ടി,
ആ ഹദീസ് കളവാണ്, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന് യോജിക്കൂല എന്നൊരാൾ പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് ആ വ്യക്തി പുറത്താണ്. ഉദാഹരണം, ഈച്ചന്റെ ഒരു ഹദീസ് ദുബാബ എന്ന പേരിൽ അറിയപ്പെട്ട ഒരു ഹദീസ് ഉണ്ട്. ഒരു ഈച്ച ഒരാൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, എന്തെങ്കിലും കുടിക്കുന്ന സമയത്ത്, അവന്റെ ആ ഭക്ഷണത്തിന്റെ പാനീയത്തിന്റെ പാത്രത്തിൽ വന്നാൽ ചാടുമ്പോൾ അതിന്റെ ഒരു ചിറക് കുത്തിയാണ് അത് ചാടുക, അതിൽ വിഷമുണ്ടാകും. പ്രവാചകൻ പഠിപ്പിച്ചത് അതിന്റെ പ്രായശ്ചിത്തം, പ്രതിവിധി എന്ന് പറയുന്നത് അതിന്റെ മറ്റേ ചിറക് കൂടി അതിൽ മുക്കിയിട്ട് അതിനെ പുറത്തേക്ക് എടുത്ത് ഒഴിവാക്കലാണ്. കാരണം അതിൽ ഈ വിഷത്തിനുള്ള പ്രതിവിധിയുണ്ട് എന്ന് സഹിഹായ ഹദീസാണ്. പല ആളുകളും ഇതിനെ തള്ളുന്നത് കാണാം. അതേപോലെ തന്നെ സാമ്പത്തിക രംഗത്ത്, സാമൂഹിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് ഭരണാധികാരികളോടുള്ള മര്യാദകൾ, മുസ്ലിം ഭരണാധികാരികളോട് നമ്മൾ അണികളായ, നാട്ടുകാരായ, പ്രജകളായ ആളുകൾ കാണിക്കേണ്ടുന്ന കടമകൾ, ഇത് പറയുമ്പോൾ പല ആളുകളും ശക്തിയുക്തം അതിനെ ഗണ്ണിക്കുന്നതും എതിർക്കുന്നതും കാണാൻ കഴിയും. ഇങ്ങനെ സഹിഹായ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാരെങ്കിലും അത് കളവാണ്, അത് ശരിയല്ല, അത് ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്ന് പറഞ്ഞ് തള്ളിയാൽ അവരെ മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ എന്നുള്ള പേരിന് അവർ അർഹരാകൂല. അത് ഷെയ്ഖ് ഇവിടെ കൃത്യമായി പറഞ്ഞു. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന തൗഹീദ്, ആ പറയുന്ന തൗഹീദിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരുടെ വിധി എന്താണ്? അവർ കുഫാറുകളാണോ? അതല്ല ഒറ്റടിക്കത് പറയാൻ പറ്റൂലേ? പ്രവാചകന്മാര് ആ ഭാഗം വിശദമായി ചർച്ച ചെയ്തതാണ്. നല്ലൊരു വിഭാഗം ആളുകൾ പറഞ്ഞു അവർ കുഫാറുകളാണ്, മറ്റൊരു വിഭാഗം പണ്ഡിതന്മാര് പറഞ്ഞു അവർക്ക് തെളിവും രേഖയും അത് കൊടുത്തിട്ട് അംഗീകരിക്കണില്ല എന്നുണ്ടെങ്കിൽ കുഫാറുകളാണ്. തെളിവ് രേഖ എങ്ങനെ കൊടുക്കുക? എങ്ങനെയാണ് ഹുജ്ജത്ത് നടപ്പാക്കൽ? പണ്ഡിതന്മാർ ആ ഭാഗം വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇതുപോലത്തെ സദസ്സിൽ നമ്മളത് പറഞ്ഞാൽ അത് പൂർണ്ണമാകൂ. തെളിവും രേഖയും കൊടുക്കുക എന്ന് പറഞ്ഞാൽ കൃത്യമായി ദീനിന്റെ അധ്യാപനങ്ങൾ ആ മനുഷ്യൻ കേൾക്കുന്ന നിലക്ക്, വായിക്കുന്ന നിലക്ക് അവന്റെ മുന്നിൽ കൊണ്ടുപോയി അറിയിച്ചു കൊടുക്കുക എന്നുള്ളത്. അവനത് സ്വീകരിച്ചോ ഇല്ലേ, അവനത് ഉൾക്കൊണ്ടോ ഇല്ലേ, അതിന്റെ പിന്നിൽ നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറയുന്നത്. സൗദി അറേബ്യയിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരും മരണപ്പെട്ടുപോയ പണ്ഡിതന്മാരും അവിടെ ഫത്വകൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്കങ്ങനെ കാണാം. ഹുജ്ജത്ത് നടപ്പാക്കണം. ഹുജ്ജത്ത് നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ സുന്നത്തിന്റെ രേഖകൾ കൃത്യമായി അവരെ അറിയിക്കുക എന്നുള്ളത്. ഒന്നിരിക്കൽ അവരെ മുന്നിൽ ചെന്ന് പറഞ്ഞു കൊടുക്കുക, അതല്ലെങ്കിൽ അവർക്ക് കേൾക്കാനും വായിക്കാനും പറ്റുന്ന രൂപത്തിൽ ആ വിഷയം അവരുടെ ചെവിയിലെത്തുക എന്നുള്ളത്. അത് കിട്ടിക്കഴിഞ്ഞു, എത്തിക്കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ പിന്നീട് അവരുടെ ഈ ശിർക്കിലും ഈ വൃത്തികളിലും അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് വ്യക്തമായ രേഖ, കൃത്യമായ തെളിവ് അവരുടെ മുന്നിൽ അത് ലഭിച്ചു. അവരതിന്റെ ശേഷം കുഫാറുകളാണ് എന്നുള്ള. പക്ഷേ നമ്മളെപ്പോലത്തെ ആളുകൾ, സാധാരണക്കാര് ആ കാര്യത്തിൽ നിലപാടെടുത്ത് ഒരു ഫിത്നയിലേക്കും ഒരു അപകടത്തിലേക്കും പോകാതിരിക്കാൻ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാര് പറഞ്ഞു. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാര് ആ വിഷയത്തിൽ എടുക്കുന്ന നിലപാടിന്റെ പിന്നിൽ സാധാരണക്കാരായ ആളുകൾ നിൽക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ ശിർക്കിന്റെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, ഞങ്ങളും അതുപോലെ നിസ്കരിക്കുന്നവരാണ്, ഞങ്ങൾ കിബിലയിലേക്ക് മുന്നിടുന്നവരാണ്, മുസ്ലിമുകളടുത്ത് ഞങ്ങൾ കഴിക്കുന്നവരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഇങ്ങനെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് തെളിവ് പറയുകയാണെങ്കിൽ ഷെയ്ഖ് അബൂ ജഅഫർ റഹ്മത്തുള്ളാഹി അലൈഹി അഹ്ലുസുന്നയുടെ കിബാറുകളായ മുൻഗാമികളായ പണ്ഡിതന്മാർ മനസ്സിലാക്കിയേ അത് തന്നെയാണ് നമുക്കും പറയാനുള്ള കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീന് കൃത്യമായി അംഗീകരിച്ചിട്ടുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും വിവരം തരുകയും ചെയ്ത കാര്യങ്ങൾ സത്യമാണെന്ന് അംഗീകരിക്കുന്നുണ്ടോ? മുസ്ലിമൂൻ മുഅ്മിനൂൻ, അവർ മുസ്ലിമീങ്ങളാണ്, മുഅ്മിനീങ്ങളാണ്. വൻ പാപങ്ങൾ, ശിർക്കല്ലാത്ത, കുഫ്റല്ലാത്ത വൻ പാപങ്ങൾ ഏത് തന്നെ ചെയ്താലും ഖവാരിജുകളായ ആളുകളും മുഅ്തസിലികളും അവർ പറയുന്നു, ഒരാള് വൻ പാപം ചെയ്താൽ അവൻ മുശ്രിക്, അവൻ കാഫിറാണ്, കാലാകാലം നരകത്തിൽ ചെന്ന് കടക്കുകയും ചെയ്യേണ്ടി വരും എന്ന് പറയും. അതിന് മറുപടിയായിക്കൊണ്ട് അങ്ങനെയല്ല, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ അതല്ല എന്ന് അറിയിച്ചു തരാൻ വേണ്ടിയാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ ഇത് പറഞ്ഞത്. അല്ലാമ സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ ഇത് വിവരിച്ചുകൊണ്ട് പറയാണ്, മൻ നതഖ ബിശ്ശഹാദത്തൈനി വസ്തഖാമ അലൈഹിമ, രണ്ട് ഷഹാദത്ത് ഒരാള് ഉച്ചരിച്ചു പറഞ്ഞു. ആ പറയുന്ന ഷഹാദത്ത് പറഞ്ഞു, ദീനുൽ ഇസ്ലാമിന്റെ അറിയപ്പെട്ട ഈ ഇബാദത്തുകൾ, നിസ്കാരം പോലത്തെ കാര്യങ്ങൾ മുസ്ലിമീങ്ങൾ നിർവഹിക്കുന്ന പോലെ നിർവഹിച്ച് അതിൽ കൃത്യമായി മുന്നോട്ട് പോകുന്ന മുസ്ലിമാണ്. ചില തെറ്റുകൾ, ചില പാപങ്ങൾ അവനിൽ നിന്നുണ്ടായാലും ശരി, പാപങ്ങളുടെ കാര്യം നിസ്സാരവൽക്കരിക്കല്ല, ദീന് ആദർശം നിലപാട് അത് എന്താണെന്ന് കൃത്യമായി പറയാണ്. വലൗകാനത്ത് മിനൽ കബായിർ, വൻ പാപങ്ങളാണ് അവൻ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ പോലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകൂല. മാദാമത്തിൽ മആസി ദൂന ശിർക്ക്,
അവൻ ചെയ്യുന്ന ഈ തെറ്റ് ഷിർക്കിന്റെ താഴെയുള്ളതായിരിക്കണം, കുഫറിന്റെ താഴെയുള്ളതായിരിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ വലാകിൻ യകൂനു മുസ്ലിമൻ നാഖിസൽ ഇസ്ലാം വനാഖിസൽ ഈമാൻ, അവനെ കുറിച്ച് ഒന്നിരിക്കല് മുസ്ലിമാണ് പക്ഷേ അവന്റെ ഇസ്ലാമിൽ കുറവുണ്ട്, മുഅ്മിനാണ് അവന്റെ ഈമാനിൽ കുറവുണ്ട് എന്ന് പറയും. അതല്ലെങ്കിൽ അവനെ കുറിച്ച് ഫാസിഖ് എന്ന് പറയാം. താടി വടിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ മുഅ്മിനാണ്, മുസ്ലിമാണ്, പക്ഷെ ഈ താടി വടിക്കാന്നുള്ള ആ പാപം അവൻ ചെയ്ത സ്ഥിതിക്ക് അവൻ ഫാസിഖാണ്, അവന്റെ ഈമാനിൽ കുറവുണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. പലിശയുടെ ധനം ഒരാൾ ഭക്ഷിക്കുന്നുണ്ട്, അവൻ ആള് മുസ്ലിമാണ്, മുഅ്മിനാണ്, പക്ഷേ അവന്റെ അടുത്ത് ഈ പറയുന്ന ഹറാമ് ഭക്ഷിക്കുന്നുണ്ട് എന്നുള്ള നിലക്ക് അവന്റെ ഈമാനിൽ കുറവുണ്ട്, അവൻ ഫാസിഖാണ്. ബിമാ ജാഅ ബിഹി അന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ മുഅ്തരിഫീൻ വബിമാ വലഹു ബികുല്ലി മാ ഖാലഹു വഅഖ്ബറ മുസദ്ദിഖീൻ. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം കൊണ്ടുവന്നത് മുഴുവനും അംഗീകരിക്കണം. അവിടുന്ന് പറയുകയും വിവരം നൽകുകയും ചെയ്ത കാര്യങ്ങൾ സത്യമാണ് എന്ന് അംഗീകരിക്കണം. മുസ്ലിമീങ്ങൾ ചെയ്യുന്ന ഈ കാര്യങ്ങൾ അതിൽ പ്രധാനപ്പെട്ടതാണ് നിസ്കാരം, ഖിബ്ലക്ക് മുന്നിടുക പോലത്തെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞു എന്നുള്ളതാണ്. ഹദീസിലും അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഒരാൾ ചെയ്യുകയാണെങ്കിൽ അവർ മുസ്ലിമീങ്ങളാണ്, അവർ മുഅ്മിനീങ്ങളാണ്. അവരിൽ നിന്ന് വൻ പാപങ്ങൾ ഉണ്ടായാലും ശരി, വൻ പാപങ്ങൾ അവർ ചെയ്താലും ശരി. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ ഇതാണ്. നേരെ മറിച്ച് ഖവാരിജുകൾ എന്ന് പറയുന്ന ആളുകള് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികളായ ആളുകളെ കുറിച്ച്, കുഫാറുകളെ കുറിച്ച് പറഞ്ഞ ആയാത്തുകള് വൻ പാപങ്ങൾ ചെയ്ത ആളുകളിൽ അത് അവര് പ്രയോഗിച്ചുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ, വൻ പാപങ്ങൾ ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അവര് ഈ പറയുന്ന താക്കീതുകളുടെ മേൽ അറിയിക്കുന്ന ആയത്തുകൾക്ക് പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ് ഈ അപകടത്തിന് കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപികളായ, കുഫാറുകളായ, ദോഷികളായ ആളുകളെ കുറിച്ച് താക്കീത് ചെയ്തുകൊണ്ട് പറഞ്ഞ ആയത്തുകൾക്ക് പ്രാധാന്യം കൊടുത്തു ഖവാരിജുകൾ എന്ന് പറയുന്ന ആളുകൾ. അങ്ങനെ അതിന് പ്രാധാന്യം കൊടുത്തപ്പോ അവർ ധാരാളം ഇബാദത്തുകളിൽ മുഴുകി, ധാരാളം ഇബാദത്തുകളിൽ മുഴുകി. പിശാച് അവരെ ആ വഴിക്ക് കൊണ്ടുപോയി. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇബാദത്തുകളുടെ കാഠിന്യം കാരണം അവരുടെ കണ്ണുകൾ കുഴിഞ്ഞുപോയിരുന്നു. അവരുടെ ശരീരങ്ങളിൽ, നെറ്റിത്തടങ്ങളിലും കാൽമുട്ടുകളിലും ഭാരം ചുമക്കുന്ന ഒട്ടകങ്ങളുടെ ശരീരങ്ങളിലുള്ളതുപോലെ തഴമ്പുകൾ വന്നിരുന്നു. ശരീരങ്ങൾ ശോഷിച്ചിരുന്നു. ധാരാളം നിസ്കാരങ്ങൾ, ധാരാളം സുന്നത്തായ നോമ്പുകൾ, ഖുർആൻ പാരായണങ്ങൾ, അങ്ങനെ ഈ പറയുന്ന ഇബാദത്തിൽ മുന്നേറി പിശാച് അവരെ തെറ്റായ ഒരു ദിശയിലേക്ക് കൊണ്ടുപോയി. വൻ പാപങ്ങൾ പറ്റിയെന്നുണ്ടെങ്കിൽ അവർ കാഫിറാകും, കാലാകാലം നരകത്തിൽ ചെന്ന് കടക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കി. അതല്ല ശരിയെന്ന് അവരോട് പറഞ്ഞ കിബാറുകളായ സഹാബികളെ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അടക്കമുള്ള പ്രമുഖരായ സഹാബികൾ കുഫാറുകളാണ് എന്ന് പറയുന്ന അതിഗൗരവതരമായ നിലപാടിലേക്ക് അവർ പോകും ചെയ്തു. അവര് ഈ പറയുന്ന അള്ളാഹുവിന്റെ താക്കീതുകളുടെ മേൽ, ശിക്ഷകളുടെ മേൽ അറിയിക്കുന്ന ആയത്തുകൾക്ക് പ്രാധാന്യം കൊടുത്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഭാഗത്തിൽ കൂടെ സത്യനിഷേധികളായ ആളുകൾ അതികഠിനമായി ശിക്ഷിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ അതല്ലെങ്കിൽ അതിലേറെ കൂടുതൽ പാപികളായ, തെറ്റുകാരായ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. മാപ്പ് നൽകും. അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ധാരാളമുള്ളവനാണ്. സബഖത്ത് റഹ്മത്തി ഗളബി, എന്റെ റഹ്മത്ത് എന്റെ ദേശത്തിന് മുൻകടന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു വിഭാഗം, ഈ പറയുന്ന ഖവാരിജിന് വിരുദ്ധമായ മറ്റൊരു വിഭാഗം ആളുകള് മുർജിഅ എന്ന പേരിൽ അറിയപ്പെടുന്നവർ. അവരുടെ വിശ്വാസം ഈമാൻ അതുണ്ടെങ്കിൽ, ഈമാന് വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ പ്രവർത്തനങ്ങൾക്ക് യാതൊരു പ്രസക്തിയില്ല, എന്തും ചെയ്യാം. തെറ്റ് ചെയ്തു, പാപങ്ങൾ ചെയ്തു, ഒരു പേടിയും പേടിക്കണ്ട, അള്ളാഹു ഗഫൂറുർ റഹീമാണ്. അവര് അള്ളാഹുവിന്റെ ഈ വാഗ്ദാനങ്ങളുടെ മേൽ, റഹ്മത്തിന്റെ മേൽ അറിയിക്കുന്ന ആയത്തുകൾക്ക്, ആ പറയുന്ന രേഖകൾക്ക് പ്രാധാന്യം കൊടുത്തു എന്നുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ എന്നുള്ള വലിയ വലിയ തെറ്റുകൾ ചെയ്തുകൊണ്ട്, മഹത്തായ നിസ്കാരം പോലെ തന്നെ യാതൊരു വിലയും കൊടുക്കാതെ, സാമ്പത്തിക കാര്യങ്ങൾ യാതൊരു ശ്രദ്ധയും കാണിക്കാതെ ജീവിക്കുന്ന ആളുകളോട് പറഞ്ഞാൽ പലരും പറയും അള്ളാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ഗഫൂർ റഹീം. നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യണുണ്ടല്ലോ, നമ്മൾ ദാനധർമ്മമൊക്കെ ചെയ്യണ്ടല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഗഫൂറുർ റഹീമാണ്. ആ പറയുന്ന ഇവരുടെ ഈ നിലപാട് മുർജിഅത്ത് എന്നുള്ള അറബി പദം അവർ ഉപയോഗിക്കുന്നില്ലെങ്കിലും, ഞങ്ങളതാണ് എന്ന് പറയുന്നില്ലെങ്കിലും, അവരുടെയൊക്കെ നിലപാട് അതാണ്. അവരുടെ നിലപാട് ദീൻ കൃത്യമായിട്ട് പഠിക്കണമെന്നില്ല, ഇബാദത്തുകൾക്ക് പ്രാധാന്യം കൊടുക്കണമെന്നില്ല, ഭൗതികമായി ഈ ആഡംബരത്തിൽ, ആർഭാടത്തിൽ അവർക്ക് തോന്നുന്ന പോലെ ജീവിക്കുമ്പോഴും അവരോട് പറഞ്ഞാൽ അല്ലാഹു ഗഫൂറുർ റഹീം,
നിങ്ങളായിട്ട് ശിദ്ധത്ത് കാണിക്കണ്ട, നിങ്ങൾ നമ്മളെ പറഞ്ഞിട്ട് പേടിപ്പിക്കാൻ നിൽക്കണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല ഗഫൂറുർ റഹീമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പ് കൊടുക്കുന്ന അതേറ്റും ബന്ധപ്പെട്ട ചില രേഖകൾ, ആയത്തുകൾ, ഹദീസുകളിൽ പക്ഷെ അവര് നമ്മുടെ മുന്നിൽ വെക്കും. അഹ്ലു സുന്നത്തി വൽ ജമാഅ പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഗഫൂറുർ റഹീമാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ദൂ ഇഖാബിൻ അലീം, അതികഠിനമായ വേദനാജനകമായ ശിക്ഷിക്കുന്നവനുമാണ്. ഈ രണ്ടുമുണ്ട്. ഒരു ഭാഗത്തിൽ കൂടെ അള്ളാഹുവിന്റെ താക്കീതുകളുണ്ട്, മറ്റൊരു ഭാഗത്തിൽ കൂടെ അള്ളാഹുവിന്റെ പ്രതീക്ഷയുടെ വാഗ്ദാനങ്ങളുടെ മേൽ അറിയിക്കുന്ന ആയാത്തുകളുണ്ട്. ഇത് രണ്ടിന്റെ ഇടയിൽ ഒരു ഭാഗത്തിൽ കൂടെ പേടിയോടുകൂടെ, മറ്റൊരു ഭാഗത്തിൽ പ്രതീക്ഷയോടുകൂടെ മുഅ്മിനായ മനുഷ്യൻ അവന്റെ ഈമാനും ആദർശവുമായി മുന്നേറും. അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ. അതാണ് ഇവിടെ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ പറയാൻ ഉദ്ദേശിച്ചതും വിവരിച്ചതും. അതാണ് താനും ഖവാരിജിന്റെ നിലപാടിൽ നിന്ന് അഹ്ലു സുന്ന എതിരാണ്, മുർജിഅത്തിന്റെ നിലപാടിൽ നിന്നും അഹ്ലു സുന്നത്തി വൽ ജമാഅ എതിരാണ്. ഖവാരിജ് അള്ളാഹുവിന്റെ താക്കീതുകളുടെ മേൽ അറിയിക്കുന്ന ആയത്തുകൾക്ക് പ്രാധാന്യം കൊടുത്ത് എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ്, അതല്ലെങ്കിൽ ഒരു വലിയൊരു തെറ്റ് ഒരു മനുഷ്യനെടുത്ത് വന്നാൽ അവന് പിന്നെ യാതൊരു അവസരവുമില്ല, അവന് മാപ്പുമില്ല, അവൻ ഇസ്ലാം എന്ന് പുറത്തുപോയി കാലാകാലം നരകത്തിലാണ്. മുർജിഅത്തി എന്ന് പറയുന്നത് എന്ത് തന്നെ തെറ്റ് ചെയ്താലും വിശ്വാസം നിലവിലുണ്ടല്ലോ, വിശ്വാസമുള്ള ഒരാളല്ലേ, അവനെ സംബന്ധിച്ച് പേടിക്കാനൊന്നുമില്ല എന്ന് പറയും. അഹ്ലു സുന്നത്തി വൽ ജമാഅ പറഞ്ഞു, നമ്മൾ മുമ്പ് ഈ പറയുന്ന വിഷയ കിതാബിൽ തന്നെ പറഞ്ഞു, ഈമാന് കൂടും, അത് കുറയും, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് അത് കൂടും, പാപങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് കുറയും. ഒരാൾ തെറ്റ് ചെയ്തു എന്ന് കരുതി ഇസ്ലാമിൽ നിന്ന് ആ വ്യക്തി പുറത്തു പോകൂല. ശിർക്കും കുഫറുമല്ലാത്ത ഏത് വലിയ തെറ്റുകൾ ഒരാൾ ചെയ്തു എന്ന് കരുതി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകൂല. ഈ ഭാഗമാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഈ പറയുന്ന ഖവാരിജിയത്തിന്റെ ഈ ചിന്താഗതി, അതല്ലെങ്കിൽ അതിനോടടുത്ത പിന്നീട് അതിലേക്ക് എത്തിച്ചേരുന്ന നിലപാടുകൾ ഉണ്ടായത് കൊണ്ടാണ് ഭരണാധികാരികളായ ആളുകളെ, അവരെ വിമർശിക്കുന്ന ആളുകൾ തെറ്റുകൾ കാണുമ്പോഴേക്കിന്, അതല്ലെങ്കിൽ സാധാരണക്കാരായ മുസ്ലിമീങ്ങളായ ആളുകൾ, അഹ്ലുസുന്നന്റെ പണ്ഡിതന്മാർ കൃത്യമായ നിലപാടിൽ കൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഏതെങ്കിലും ഒരു ഹദീസോ ഏതെങ്കിലും ഒരു ആയത്തോ വായിച്ചുകൊണ്ട് അവർ സലഫിയത്തിൽ നിന്ന് പുറത്താണ്, അവർ ബിദ്അത്തിന്റെ ആളുകളാണ്, അവർ മൻഹജിന്റെ പുറത്താണ് എന്നൊക്കെ പറയാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് ഈ കാർക്കശ്യമുള്ള നിലപാടിന്റെ അതിന്റെ തുടക്കമാണ്. ഇങ്ങനത്തെ ആളുകൾ ചെറിയ നിലക്ക് തുടങ്ങി അവരത് വികസിച്ച് വലുതായി വലിയ അപകടത്തിലേക്ക് എത്തും. ഏതുപോലെ കൂഫയിലുണ്ടായിരുന്ന പള്ളിയിൽ ഈ പറയുന്ന ഖവാരിജുകൾ തുടക്കം കുറിച്ചത് ചെറിയ ഒരു കല്ല്, ചെറിയ ചരക്കല്ലുകൾ വെച്ചുകൊണ്ട് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടാണ് അവർ ആരംഭിച്ചത്. പള്ളിയിൽ അത്താഴത്തിന്റെ സമയത്ത് ദിക്റിന്റെ ഹലക്ക, ഖുർആനിന്റെ ഹിഫ്ളിന്റെ ഹലക്കയിൽ നിന്നവർ തുടങ്ങി. അങ്ങനെ പിന്നെ അത് ഗൗരവത്തോടുകൂടെ വലുതായി നെഹ്റുവാൻ എന്ന് പറയുന്ന ആ പ്രദേശത്ത് ചെന്ന് മഹാന്മാരായ കിബാറുകളായ സഹാബത്തിനോട് വാളെടുത്തുകൊണ്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി വരുന്ന ഈ പറയുന്ന അവസ്ഥയിലേക്ക് അവരെത്തിപ്പെട്ടു എന്നുള്ളത്. അങ്ങനത്തെ ഈ ഖവാരിജുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞു, ഹും കിലാബുന്നാർ, അവർ നരകത്തിലെ നായകളാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅ തെറ്റുകളെ തെറ്റായിട്ട് കാണും, പക്ഷേ അതിന് കൊടുക്കേണ്ടുന്ന പരിധി, അതിര്, വരമ്പ് അത് നിശ്ചയിച്ചുകൊണ്ട് കൃത്യമായി അത് മനസ്സിലാക്കും. പാപങ്ങളെ പാപങ്ങളായിട്ട് കാണും, തെറ്റുകളെ തെറ്റായിട്ട് കാണും, സൽക്കർമ്മങ്ങളെ സൽക്കർമ്മങ്ങളായിട്ട് അതിന്റെ വിലയും നിലയും അവർ മനസ്സിലാക്കി ആളുകൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യും. ഇതാണ് അതിലുള്ളത്. തുടർന്നുകൊണ്ട് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വലാ നഖൂദു ഫില്ലാഹി വലാ നുമാരി ഫീ ദീനില്ലാ, അല്ലാഹുവിൽ നമ്മൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദാത്തിലോ അല്ലാഹുവിന്റെ അസ്മാ സിഫാത്തിലോ ഖുർആനിലും സുന്നത്തിലും വരാത്ത കാര്യങ്ങളിൽ നമ്മൾ പ്രവേശിക്കൂലാന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ്, അവന്റെ ദാത്ത് ഇങ്ങനെയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ രൂപത്തിലാണ് എന്ന് പറഞ്ഞ് അതിൽ ചർച്ചയ്ക്ക് നമ്മൾ പോകൂല. അല്ലാഹുവിനെ കുറിച്ചും അവന്റെ അസ്മാ സിഫാത്തും പരിശുദ്ധ ഖുർആനിൽ വന്നത് എന്താണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹിഹായ സുന്നത്തിൽ വന്നത് എന്താണോ എന്ന് കൃത്യമായി മനസ്സിലാക്കി അത് മാത്രം അവർ പറയും, വിശ്വസിക്കും. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ചർച്ചക്കോ അതല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു പഠനത്തിലേക്കോ ഒരു ചിന്തയിലേക്കോ അവര് പോവുകയില്ല എന്നാണ് ഈ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, തഫക്കറൂ ഫീ ആലാഇല്ല വലാ തഫക്കറൂ ഫീ ദാത്തില്ലാഹി ഫതഹ്ലികു. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ധാരാളമുണ്ട്, അള്ളാഹുവിന്റെ മേൽ അറിയിക്കുന്ന അടയാളങ്ങൾ, ചിഹ്നങ്ങൾ ധാരാളമുണ്ട്. ആകാശങ്ങളും ഭൂമിയും പർവ്വതങ്ങളും അതേപോലെ തന്നെ ജീവജാലങ്ങളും സസ്യങ്ങളും ധാരാളമുണ്ട്. അതിൽ നിങ്ങൾ ചിന്തിക്കി, അതിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊള്ളി. അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ, ആയത്തിൽ ചിന്തിക്കാനും പഠിക്കാനും നിങ്ങൾ പോകല്ലേ. ഫതഹ്ലികു, അപ്പൊ നിങ്ങൾ നശിച്ചു പോകും.
നിങ്ങൾ നശിച്ചു പോകും. അള്ളാഹുവിനെ കുറിച്ച് അടിമകളായ നമുക്കറിയാൻ പരിശുദ്ധ ഖുർആനിൽ വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ വന്നത് നാം അവലംബിക്കുക. അതിന്റെ അപ്പുറത്തേക്ക് ചർച്ചക്കോ അതിന്റെ അപ്പുറത്തേക്കുള്ള പരാമർശങ്ങളിലേക്കോ ആയത്തിലുള്ള ഒരു പഠനത്തിലേക്കോ പോകരുത്. അതിന്റെ ആവശ്യം നമുക്കില്ല. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോക. അതാണ് ഇവിടെ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഇതിന്റെ മുമ്പ് കിതാബിന്റെ തുടക്കത്തിൽ അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തിൽ ഇതുപോലത്തെ കാര്യങ്ങളെ കുറിച്ച് വിശദമായി ഷെയ്ഖ് റഹ്മത്തുള്ള പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ആവർത്തിക്കുക, വലാ നഖൂലു ഫില്ല. അതേപോലെ തന്നെ വലാ നുമാരി ഫീ ദീനില്ല. അള്ളാഹുവിന്റെ ദീനിൽ നമ്മൾ തർക്കിക്കാൻ പോകൂല. അള്ളാഹുവിന്റെ ദീനിൽ നമ്മൾ തർക്കിക്കാൻ പോവുകയില്ല. ദീനിന്റെ കാര്യത്തിൽ അതുപോലെ തന്നെ ആളുകൾ ഒന്നിരിക്കൽ ഹക്കില് സത്യത്തിൽ അത് കൃത്യമായി മനസ്സിലാക്കി പോകുന്ന ഒരാളാണെങ്കിൽ അവരുടെ മുന്നിൽ ആശയക്കുഴപ്പം കൊണ്ടേയിട്ട് കാണ്ട് തർക്കിച്ചു കാണ്ട് അവരുടെ ആദർശം വഷളാക്കൂല. നല്ലവർക്ക് കൃത്യമായിട്ട് ദീന് പഠിച്ച് നേരായ നിലക്ക് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തു പോകുന്ന ആളുകളാണെങ്കിൽ അവരെ മുന്നിൽ ആശയക്കുഴപ്പങ്ങളും അവ്യക്തമായ കാര്യങ്ങളും സംശയങ്ങളും ഒക്കെ കൊണ്ടുപോയിട്ടിട്ട് അവരെ ആദർശം തകർക്കാൻ നമ്മൾ പോകൂല. അതും ഇതും പറഞ്ഞ് അതിന് പോകൂല. അതേപോലെ തന്നെ ദീനിന്റെ കാര്യത്തിൽ ഖണ്ഡന മുണ്ടനം പോലത്തെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആളുകൾ പലരും ചെയ്യുന്നത് പോലത്തെ തർക്കങ്ങൾക്കും വിതർക്കങ്ങൾക്കും കുഴപ്പങ്ങൾക്കും നമ്മൾ പോകൂല. കുഴപ്പങ്ങളിലേക്ക് പോകൂല. സത്യം എന്താണ്, തെളിവെന്താണ്, രേഖ എന്താണെന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. അത് താല്പര്യമുള്ള സ്വീകരിക്കാൻ തയ്യാറാകുന്ന ആളുകളാണെങ്കിൽ അവർ സ്വീകരിക്കും, അൽഹംദുലില്ലാ. ഇനി ഒരാൾക്ക് അതിന് തയ്യാറില്ല, താല്പര്യമില്ലെങ്കിൽ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിശദീകരിച്ചിട്ട് പിന്നീട് കുഴപ്പങ്ങളിലേക്ക് പോയി ഈ പറയുന്ന അപകടത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് തയ്യാറാവുകയില്ല. കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ആളുകൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. പരിശുദ്ധ ഖുർആനിൽ ഇന്നതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നതാണ്, മുൻഗാമികളായ സലഫുകൾ മനസ്സിലാക്കിയത് ഇതുപോലെയാണ് എന്ന് നല്ല നിലക്ക് പറഞ്ഞു കൊടുക്കും. ആളുകൾ അതിന് താല്പര്യമില്ല, തയ്യാറല്ലെങ്കിൽ പിന്നെ ഖണ്ഡനുണ്ടാക്കി മുണ്ടനുണ്ടാക്കി കുഴപ്പങ്ങൾ ഉണ്ടാക്കി പ്രത്യേകിച്ച് പൊതുജനങ്ങളെ എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് ഈ പറയുന്ന കാര്യങ്ങൾക്ക് ചർച്ചയ്ക്ക് പോകൂല. ഈ കാര്യങ്ങൾക്ക് ചർച്ചയ്ക്ക് പോകൂല. അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുത്തേക്ക് ഒമാനിലുണ്ടാകുന്ന ഖലീലി എന്ന് പറയുന്ന ഇബാദികൾ, അവർ ഖവാരിജികളാണ്. ഒമാൻ എന്ന് പറയുന്ന നാട്ടിലുള്ള ഭരണാധികാരികളും അവിടെയുള്ള ആളുകൾ, അവിടെയുള്ള ഖലീലി എന്ന് പറയുന്ന ആ മനുഷ്യൻ, അവരുടെ മുഫ്തി എന്നറിയപ്പെടുന്ന ആള് ഒരിക്കൽ മുനാദർക്ക് ക്ഷണിച്ചപ്പോ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ദീന് കൃത്യമായിട്ട് എന്താണ് നിങ്ങൾക്ക് വേണ്ടതില്ല നമ്മൾ പറഞ്ഞു തരാൻ തയ്യാറാണ്. നിങ്ങളെ ഭാഗത്തിൽ ഇങ്ങോട്ട് പറഞ്ഞ് നമുക്ക് പറയാനുള്ള അങ്ങോട്ട് പറഞ്ഞൊരു ചർച്ചയ്ക്ക് നമുക്ക് താല്പര്യമില്ല, അതിന് തയ്യാറല്ല. വേണോ ദീന് വേണോ കൃത്യമായിട്ട് പറഞ്ഞു തരാന്ന്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കല് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന ഒരാൾ ചോദിച്ചു, അർ റജുലു തകൂനു ഇൻദഹു സുന്ന അയുജാദിലു അലൈഹ. ഒരാളെടുത്ത് കൃത്യമായ തെളിവുണ്ടാകും, ഹദീസ് ഉണ്ടാകും, സുന്നത്തുണ്ടാകും, അത് വെച്ചിട്ട് മറ്റൊരാളോട് പറഞ്ഞ് തർക്കിക്കാൻ പോണോ? ഖാല ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ലാ, തർക്കിക്കാൻ പോകരുതേ. പിന്നെന്താ ചെയ്യേണ്ടത്? യുഖ്ബിറു ബിസ്സുന്ന, ഹദീസ് കൃത്യമായിട്ട് ആയത്ത് കൃത്യമായിട്ട് ഈ പറയുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. അവർ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക. ഫഇൻ ഖുബിലത് മിൻ, ഈ പറയുന്ന വ്യക്തി പറഞ്ഞു കൊടുത്തു, കൃത്യമായിട്ട് അവൻ സ്വീകരിച്ചാൽ അൽഹംദുലില്ലാ. വഇല്ലാ സക്കത്ത്, അവരെ സ്വീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ അവിടെ കൂടുതൽ ചർച്ചക്കോ കൂടുതൽ തർക്കത്തിനോ കൂടുതൽ കുഴപ്പത്തിനോ അതിന് പോകാതെ നിൽക്കുക. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാര് ധാരാളം അവർ നസീഹത്ത് ചെയ്യുന്ന, ഉപദേശിക്കുന്ന അവരുടെ ഉപദേശങ്ങളിൽപ്പെട്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അസ്ൽ അടിസ്ഥാനപരമായ ആദർശങ്ങളിൽപ്പെട്ട ഒന്നാണ് തർക്കുൽ മിറാഇ വൽ ജിദാൽ, തർക്കത്തെ ഒഴിവാക്കുക എന്നുള്ളത്. തർക്കിക്കാൻ പോകരുതേ, ആളുകളുമായിട്ട് ദീനിന്റെ കാര്യത്തിൽ തർക്കിക്കാൻ പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്ന വളരെ വ്യക്തമായ അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസിലെ അന സഈമുൻ ബിബൈത്തിൻ ഫീ റബളിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ ഓരോരോ ഭാഗങ്ങള്, സ്വർഗ്ഗത്തിന്റെ അതിവിശാലമായ പ്രദേശങ്ങളിൽ ഒരു വീട് വാങ്ങിത്തരാ എന്ന് ഞാൻ വാക്ക് തരികയാണ്. ലിമൻ തറക്കൽ മിറാഅ വഇൻ കാന മുഹിഖൻ, തർക്കത്തിന് ഒഴിവാക്കുന്ന ആളുകളോട് തർക്കിക്കാൻ പോകരുത്. സത്യത്തിന്റെ വശത്താണ് ഈ വ്യക്തി എന്ന് അവന് ബോധ്യമുണ്ടെങ്കിൽ പോലും തർക്കിക്കാൻ പോകാതെ കൃത്യമായിട്ട് ദീനും കാര്യം പറഞ്ഞു കൊടുക്കുക. സ്വീകരിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാ, അല്ലെങ്കിൽ അവരെ ഒഴിവാക്കി പിന്മാറുക. അങ്ങനത്തെ ഒരു വ്യക്തിക്ക് സ്വർഗത്തിന്റെ വിശാലമായ പ്രദേശത്ത് ഒരു വീട് വാങ്ങിത്തരാ എന്ന് ഞാൻ വാക്ക് തരുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ദീനിന്റെ കാര്യത്തിൽ തർക്കങ്ങളില്ല. മുനാലറുണ്ട്, മുനാലറ. അതിന് വ്യക്തമായ നടപടികളോടുകൂടെ ഉപാധികളോടുകൂടെ കൃത്യമായ നിലക്ക് ആളുകൾക്ക് ദീനുൽ ഇസ്ലാമിന്റെ ആദർശത്തിന്റെ കൃത്യമായ രേഖകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. അവർക്ക് സംശയമുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കും. തർക്കങ്ങളില്ലാത്ത നിലക്ക്, കുഴപ്പങ്ങളില്ലാതെ, ആർക്കെങ്കിലും അവരുടെ ഭാഗം അത് വിജയിക്കണം, രക്ഷപ്പെടണം എന്നുള്ള ചീത്ത ചിന്താഗതിയില്ലാതെ സത്യം വിജയിക്കണം എന്നുള്ള നിലക്ക് പണ്ഡിതന്മാർ അവർ ഈ പറയുന്ന കാര്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനത്തെ മുനാലറകൾ നടത്തലുണ്ട്. പൊതുജനങ്ങളെ, പ്രത്യേകിച്ച് വിവരമില്ലാത്ത ആളുകളെ വിളിച്ചുകൂട്ടി പരസ്യമായി ഈ പറയുന്ന സംവാദങ്ങൾ അത് നിരുത്സാഹപ്പെടുത്തപ്പെട്ടതാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ ആദർശത്തിന് അത് വിരുദ്ധമാണ്. അതുകൊണ്ട് ലഭിക്കുന്ന നന്മകൾക്ക് പകരം ധാരാളം തിന്മകൾ അതുകൊണ്ട് ഉണ്ടാവാൻ സാധ്യത ഉള്ളതാണ്. അതുകൊണ്ട് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞത്, അഹ്ലുസുന്നത്തി വൽ ജമാഅ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദാത്തിലും അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തിലും നമ്മുടെ ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ നമ്മുടെ ദേഹ ഇച്ഛകൾ കൊണ്ടോ നമ്മളതിൽ കൈവെക്കുകയില്ല, അതിൽ കടന്നു ചെല്ലുകയില്ല. ഖുർആനികമായ ആയത്തുകളിൽ, ഹദീസിൽ വന്നത് കൃത്യമായി അതിനെ പിൻപറ്റുകയാണ് ചെയ്യുക. ദീനുൽ ഇസ്ലാമിന്റെ കാര്യത്തിൽ ആളുകളോട് തർക്കിക്കാനും അതിൽ കുഴപ്പത്തിലേക്ക് ഇടപെടാനും അഹ്ലുസുന്നത്തി വൽ ജമാഅ പോവുകയും ചെയ്യുകയില്ല എന്നുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഭാഗങ്ങൾ ഞാൻ ഇന്ന് അവസാനിപ്പിക്കുന്നു. ഹദാ വസല്ലല്ലാഹു വസല്ലം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.